നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ആയിരത്തി 1991 91 എന്ന് പറയുമ്പോൾ 33 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചത് ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു, മരിച്ചുപോയ കാലത്തിൽ. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ കോട്ടയ്ക്കകത്ത് പ്രശസ്തമായൊരു ബാറുണ്ട്, സന്ധ്യ എന്ന് പറഞ്ഞിട്ട്. ആ ബാർ ഇരിക്കുന്നത് വൃന്ദാവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. വൃന്ദാവൻ ഹോട്ടൽ നടത്തുന്ന ഒരു സുരേഷാണ്. തികച്ചും ഒരു കലാകാരൻ, നല്ലതായിട്ട് പാട്ടുകൾ എഴുതും, കഥ എഴുതും, മിടുക്കനായ ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം പ്രസൻറ്റ് ടൈമിലെന്ന് പറയുന്നത് സിനിമയ്ക്ക് ഈ സാധനങ്ങളെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 100 വിളക്ക് വേണമെന്ന് സുരേഷിനെ വിളിച്ച് പറഞ്ഞാൽ സിനി പ്രോപ്സ് എന്ന് പറഞ്ഞൊരു വലിയ സ്ഥാപനം നടത്തുന്ന ആളാണ്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സിനിമയ്ക്ക് വേണ്ട സാധനങ്ങളുണ്ട് കയ്യിൽ. നമ്മൾ വിളിച്ചിട്ട് പറയണ, സുരേഷേ നമുക്ക് നാളെ ഒരു 100 നിലവിളക്ക് വേണം, ഒരു 5 അടി പൊക്കത്തിൽ. 100 തന്നിരിക്കും. നടരാജ വിഗ്രഹം ഉണ്ടോ സുരേഷ്? ഉണ്ട് എന്ന് പറയും. ഇങ്ങനെ നമ്മൾ എന്ത് ചോദിച്ചാലും ശരി, സിനിമയ്ക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ. നിഴൽക്കണ്ണാടി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുമ്പോൾ എനിക്ക് അതിലൊരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഊഞ്ഞാലാണ്. അത് ആ ഊഞ്ഞാലിലിരിക്കുന്ന വലിയ വീണ, ആരും വായിക്കാതെ തന്നെ വായിക്കുന്ന, അങ്ങനെയുള്ള ഒരുപാട് സീക്വൻസുകളുള്ള സീനുകളുണ്ട്. അപ്പോൾ ഒരു ഊഞ്ഞാൽ വേണം. നമ്മൾ ഊഞ്ഞാലിൻ്റെ രൂപരേഖ തയ്യാറാക്കി വരച്ച് കാണിച്ചു കൊടുത്തു. സുരേഷ് സെറ്റിലെത്തിച്ചു ഊഞ്ഞാൽ, ബാംഗ്ലൂരിൽ നിന്ന് ഇവിടുന്ന് വരുത്തിയിട്ട്. ഒരു സിനിമാക്കാരുടെ കലാസംവിധായകന്മാർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് സിനി പ്രോപ്സ്. മദ്രാസിൽ സിനി ഡെക്കറേറ്റർ എന്നോ എന്തോ പറഞ്ഞ് വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതുപോലത്തെ കേരളത്തിലെ വലിയ സ്ഥാപനമാണ് സിനി പ്രോപ്സ്. അപ്പോൾ ഈ വൃന്ദാവൻ ഹോട്ടലിൽ ഒരു സൂട്ട് റൂം പോലെ ഒരു റൂം സുരേഷിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ വെച്ച് ഞാൻ ആദ്യമായി ഒരാളെ പരിചയപ്പെടുന്നു. അതാണ് ചന്ദ്രു, ആർ ചന്ദ്രു. അദ്ദേഹമാണ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കുറ്റപത്രം എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനവും അദ്ദേഹമാണ്. അതിൻ്റെ സംഭാഷണം എഴുതുന്നത് ഈ സുരേഷാണ്. അതിൻ്റെ പാട്ടുകൾ എഴുതുന്നതും സുരേഷാണ്. അവൾ പരിചയപ്പെട്ടു. വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വാസൻ എന്ന് പറഞ്ഞ ഒരു ഖണ്ഡകാവ്യം എന്ന് പറഞ്ഞൊരു സിനിമ മാത്രം ചെയ്ത ശ്രീകുമാരൻ നമ്പി സാറിനെയും അതുപോലുള്ള ഒരുപാട് സംവിധായകരോടൊപ്പം ഇപ്പോഴും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന വാസേട്ടനാണ്. ഇന്നും ഞാൻ വാസേട്ടനെ വിളിച്ചിരുന്നു വേറൊരു കാര്യത്തിൽ. വാസേട്ടനാണ് എന്നെ ജീവിതോരാഗം എന്ന് പറഞ്ഞ പടത്തിൽ ആ ദേവൻ വഴി ചോദിക്കുമ്പോൾ വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആ ക്യാരക്ടർ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചത് വാസൻ ചേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു അസോസിയേറ്റ്. പടം പല പ്രശ്നങ്ങളാൽ നീണ്ടു ഷൂട്ടിംഗ് നീണ്ടുപോയപ്പോൾ അദ്ദേഹം ഒരു ഖണ്ഡകാവ്യം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുകയാണ്. സായികുമാറും രഞ്ജിനിയും അഭിനയിക്കുന്ന സിനിമ തുടങ്ങുന്നു. അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഈ പടത്തിൽ പെട്ടുപോയി. അങ്ങനെ വാസേട്ടൻ പോയപ്പോൾ പിന്നെ രഘുവണ്ണൻ വന്നു. ഉദയ രഘുവണ്ണനായിരുന്നു പിന്നെ അസോസിയേറ്റ്. ഞാനാണ് രഘുവണ്ണനെ പോയി വിളിച്ചോണ്ട് വന്നത്. സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതി കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ സുരേഷിൻ്റെ ഡയലോഗും എല്ലാം കൂടെ വായിച്ചപ്പോൾ എനിക്ക് മൊത്തം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. കാരണം ഒരുപാട് നാടകീയ സംഭാഷണങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ കുറേ വെട്ടിക്കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരക്ഷരം വെട്ടിക്കുറയ്ക്കാൻ ചന്ദ്രു സമ്മതിക്കില്ല. സംവിധായകൻ പറയണം, ഇല്ല ഇത് എൻ്റെ പടത്തിൽ ഇതുണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹം ഈ കാക്കികളോട് അമിതമായ ആരാധനയുള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് അക്കാലത്തെ എല്ലാ പോലീസ് ഓഫീസർമാരും ചന്ദ്രുവിൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചന്ദ്രുവിനെ കാണാൻ ഒരുപാട് പേര് യൂണിഫോം ഇട്ടവരും അല്ലാത്തവരുമായ പോലീസ് ഓഫീസേഴ്സ് അവിടെ വരും. അങ്ങനെ ചിലരെല്ലാം ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടിരുന്നു. അതിൽ എനിക്ക് മാന്യരാണ് എന്ന് തോന്നിയ ചില പോലീസുകാരുമായിട്ട് പിന്നെയും ഞാൻ ആ ബന്ധം തുറന്നു. ചിലരെ ഞാൻ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തു. കാരണം അവിടെ ഇരുന്ന് അടിക്കുന്ന ഡയലോഗുകൾ കേൾക്കുമ്പോൾ അയ്യോ ഇയാളുമായിട്ട് നമ്മൾ സഹകരിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഒഴിവാക്കി. ഇങ്ങനെ ഞങ്ങളൊരു 5-6 മാസം കുറ്റപത്രത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനും സ്ക്രിപ്റ്റ് എഴുത്തും വായനയും വെട്ടലും തിരുത്തലും ഒക്കെ ആയിട്ട് ഒരു 6-7 മാസം അങ്ങനെ പോയി. അപ്പോൾ അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് ഒരു പയ്യനുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ പേര് മറന്നു. അവൻ പോയി സമയങ്ങളിൽ ചായയും വടയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരും. ഉച്ചയ്ക്ക് ഊണ് വാങ്ങിക്കൊണ്ടുവരും. പാത്രം കൊണ്ടുപോയിട്ടാണ് ഊണ് വാങ്ങിക്കൊണ്ടുവരണം. എന്നിട്ട് ഞങ്ങൾക്കെല്ലാം വിളമ്പി തരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ, സന്ധ്യ ആകുമ്പോൾ
ഒരു മെലിഞ്ഞ് ഉണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. ഞങ്ങൾ എത്ര പേരുണ്ടെന്നൊന്ന് എണ്ണം എടുത്തിട്ട് പോയിട്ട് അത്രയും പേർക്കുള്ള ചപ്പാത്തി, അതിന് വേണ്ട ഉള്ളിക്കറി, അതിലിടാനുള്ള വേവിച്ച മുട്ട ഒക്കെ ആയിട്ട് വരും 2-3 പാത്രങ്ങളിൽ. വന്നാൽ കതകിന് വേദനിക്കാത്ത രീതിയിൽ തട്ടും, പതുക്കെ തട്ടുള്ളൂ. അപ്പോൾ അറിയാം ആ പയ്യൻ ചപ്പാത്തിയുമായിട്ട് വന്ന ആളെന്ന്. അവൻ ഞങ്ങളുടെ ആരുടെയും മുഖത്ത് പോലും നോക്കില്ല, സംവിധായകൻ്റെ മുഖത്ത് പോലും നോക്കില്ല. കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് അങ്ങ് പോകും. പിറ്റേ ദിവസം വന്ന് ആ പാത്രം എടുത്തിട്ട് പോകും. അങ്ങനെ സത്യം പറഞ്ഞാൽ കുറേ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ചപ്പാത്തി മുട്ടക്കറിയും മടുത്ത്, അത്രയ്ക്ക് ദിവസവും തിന്ന് മടുത്തു. പക്ഷേ ഈ പയ്യൻ എല്ലാ ദിവസവും വരും, പരിചയപ്പെടുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം പുരോഗമിച്ചു. സുരേഷ് ഗോപിയാണ് നായകൻ. ശ്രീജ, മണക്കാട് ഉഷ എന്ന് പറഞ്ഞ പ്രശസ്തയായ നാടക നടിയുടെ മകൾ ശ്രീജയാണ് നായിക. അവർ പിന്നെ തമിഴ്നാട്ടിലേതോ സംവിധായകനെയോ നടനെയോ ഒക്കെ കല്യാണം കഴിച്ചങ്ങ് പോയി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറേ താരങ്ങളുണ്ട്. ഗണേശൻ, വിജയരാഘവൻ. ഞാൻ മുമ്പൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഗണേശൻ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കേൾക്കാനായിട്ട് വന്നപ്പോൾ ചർച്ചകളെല്ലാം കഴിഞ്ഞ് പോയപ്പോൾ വില കൂടിയ റൈബാൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് അവിടെ വെച്ച് മറന്നിട്ട് പോയി. അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. മൊബൈലുണ്ടോ? ഇല്ല. 91 ഇല്ലാന്ന് തോന്നുന്നില്ല. ഞാൻ ഗണേശനെ വിളിച്ച് ഇങ്ങനെ നിങ്ങളുടെ ഗ്ലാസ് ഇവിടെ മറന്നു വെച്ചിട്ട് പോയെന്നിട്ട്, ദിനേശ് ഞാനത് എവിടെയൊക്കെയോ തപ്പി, ഞാൻ ഇവിടെയൊക്കെ കൊണ്ടുവച്ചെന്ന്, പക്ഷേ അവിടെ കൊണ്ടുവച്ച കാര്യം മറന്നുപോയി ദിനേശ്. ഗ്ലാസ് ഇപ്പോൾ ആരിലുണ്ട്? അവൻ എൻ്റെ ഉണ്ട്. എന്നാണെന്ന് വരുമ്പം പറഞ്ഞാൽ മതി, ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാം. വേണ്ട ദിനേശ്, അത് ദിനേശ് എടുത്തു തോന്നുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കൂളിംഗ് ഗ്ലാസ് സ്വന്തമാക്കിയത് ഗണേശൻ തന്ന ഔദാര്യത്തിലാണ്. പറയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ആ പടത്തിന്. കോട്ടയ്ക്കകത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ്, വളരെ പ്രശസ്തമായ ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തിക്കൊണ്ടിരുന്ന കള്ളിയൂർ കേശവൻ നായർ എന്ന് പറഞ്ഞ കേശവൻ നായർ സാറിൻ്റെ ഭാര്യ സുധാദേവിയാണ് ഈ പറയുന്ന കുറ്റപത്രത്തിൻ്റെ നിർമ്മാതാവ്. സുധാദേവി ഫിലിംസ്. രാജാമണിയായിരുന്നു പശ്ചാത്തല സംഗീതം, മോഹൻ സിത്താരയായിരുന്നു പാട്ട് സംഗീതം കൊടുത്തത്. പിന്നെ മേക്കപ്പ് പട്ടർ റഷീദായിരുന്നു, കെ ശിവകുമാറായിരുന്നു സ്റ്റില്ല്, ഗായത്രി അശോകനായിരുന്നു പോസ്റ്റർ. പിന്നെ നമ്മളെ മലയാള സിനിമാ രംഗത്ത് ആർട്ട് ഡയറക്ടർ എന്നുള്ള നല്ല പേരുണ്ടാക്കിയ ബോബൻ്റെ ആദ്യ സിനിമ, കലാസംവിധായകനായിട്ട് അയാൾ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഈ പടമാണ്. ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ ബോബനെ കാണുമ്പോൾ കളിയടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ ആദ്യമായിട്ട് ആണി എവിടെ അടിക്കണമെന്ന് പറഞ്ഞു തന്നാൽ ഞാനില്ലെന്നൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ ബോബൻ അങ്ങ് വളർന്ന് വലിയ ആളായപ്പോൾ തമാശയൊക്കെ പിടിക്കാതായി. അതുകൊണ്ട് ഞാൻ പിന്നെ ബോബനോട് കളി അടിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറുന്നൂർ വാസുദേവൻ നായർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വലിയൊരു വക്കീലിൻ്റെ ഒരു വലിയ കുടുംബത്തിൽ പിറന്ന ആളായിരുന്നു ഗോപികൃഷ്ണൻ. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും നടനാവാൻ വന്നതാണ്. ജാലകത്തിലൊക്കെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഗോപികൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളറായി, പിന്നെ പ്രൊഡ്യൂസറായി. മാട്ടുപ്പെട്ടി മച്ചാൻ അടക്കമൊക്കെ എടുത്ത അയാളാണ്. അരമന വീട് 500 ഏക്കറോ അതൊക്കെ എടുത്തു. അവസാനം വിതരണ കമ്പനിയൊക്കെ തുടങ്ങി. എല്ലാം നഷ്ടപ്പെട്ട് ലക്ഷങ്ങളുടെ കടം വരുത്തി വെച്ചിട്ട് ഗോപികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങി പൂനെക്ക് പോയി കളഞ്ഞു. അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവിന് വലിയ കർച്ച് എന്ന് പറഞ്ഞ പേന കമ്പനിയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് കാലം ജീവിച്ചു. 2 പെൺകുട്ടികൾ ആയിട്ട് അവിടെ പോയി താമസിക്കുകയും അവിടെ വെച്ച് എന്തോ മഞ്ഞപ്പിത്തോ എന്തോ വന്ന് അകാലത്തിൽ മരിച്ചുപോയി ഗോപികൃഷ്ണൻ പാവം. ക്യാമറമാൻ ടോണി ആയിരുന്നു. പിന്നെ PC മോഹനായിരുന്നു എഡിറ്റർ. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുരേഷ്, സിനിപ്രോപ്പ് സുരേഷ്, അദ്ദേഹം രാഹുൽ എന്നുള്ള പേരിലാണ് ഇതിൻ്റെ സംഭാഷണം എഴുതിയത്. അദ്ദേഹം തന്നെയായിരുന്നു പാട്ടുകൾ എഴുതിയത്. MG ശ്രീകുമാറും സുജാതയുമായിരുന്നു പാടിയത്. മലേഷ്യ ഭാസ്കറായിരുന്നു ഫൈറ്റ്. അപ്പോൾ 1991 ഒക്ടോബർ 22 കുറ്റപത്രം റിലീസ് ചെയ്യുന്നത്. സുധീർ ബോസ്, പ്രീത, വത്സല രാധാകൃഷ്ണൻ, കള്ളിയൂർ കേശവൻ നായർ, ഇത്രയും പേരാണ് കോ പ്രൊഡ്യൂസർ എന്നൊക്കെ എഴുതി കാണിച്ചത്. സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു പ്രത്യേക വേഷമായിരുന്നു, ഒരു പൈലറ്റിൻ്റെ വേഷം. അലക്സ്. ബാബു ആൻ്റണി വിക്കി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ജഗദീഷ് ശിവകുമാർ ഉണ്ടായിരുന്നു, ഇന്നസെൻ്റ് ഉണ്ടായിരുന്നു, വിജയരാഘവൻ, ബൈജു, മഹേഷ്, ഗണേശൻ, കൃഷ്ണൻകുട്ടി നായർ, ശിവജി, വത്സല മേനോൻ, ജലജ, പിന്നെ സുരേഷ് ഗോപിയുടെ അനുജൻ സുഭാഷ് ഗോപി. ഇങ്ങനെ ഒരുപാട് താരങ്ങളുള്ള ഒരു സിനിമയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പടത്തിൻ്റെ പല സീനുകളിലെയും ഡയലോഗ് പകുതിയെങ്കിലും വെട്ടിക്കുറയ്ക്കണമെന്നൊക്കെ വാശി പിടിച്ചവരിൽ ഒരാളായിരുന്നു ഞാൻ. ഒരക്ഷരം പോലും മാറ്റില്ല എന്ന് ചന്ദ്രുവും വാശി പിടിച്ചു. പടം തിയേറ്ററിലെത്തിയപ്പോൾ നമ്മൾ എവിടെയൊക്കെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര കയ്യടി തിയേറ്ററിൽ. സുരേഷ് ഗോപി ഒരു താരമാകാനുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് കുറ്റപത്രമാണ്. പക്ഷെ ഒരു അഭിമുഖത്തിലും സുരേഷ് ഗോപി കുറ്റപത്രം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയില്ല.
അദ്ദേഹം സിനിമ ലൈഫിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം എന്താ പറയുക തലസ്ഥാനം മുതലോ അല്ലെങ്കിൽ ഏകലവ്യം മുതലോ ഒക്കെ സംസാരിക്കുള്ളൂ. കുറ്റപത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ആ കുറ്റപത്രം എന്ന് പറഞ്ഞ സിനിമ എടുക്കാനായിട്ട് ചന്ദ്രു എന്ന് പറഞ്ഞ സംവിധായകനും ഈ പറഞ്ഞ സുധാദേവി എന്ന് പറഞ്ഞവരും അനുഭവിച്ച ത്യാഗങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ. പടം നല്ല പേരുണ്ടാക്കി. പക്ഷേ 91 ചെയ്ത സിനിമയാണ്. 33 വർഷം കഴിഞ്ഞിട്ടും പിന്നെ ചന്ദ്രു ഒരൊറ്റ പടം പോലും പിന്നെ സംവിധാനം ചെയ്തിട്ടില്ല. അയാൾ വിഹിതം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ നടത്തി. പക്ഷേ എന്തുകൊണ്ടോ നടന്നില്ല. അതിൻ്റെ പ്രധാന കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ ചന്ദ്രു സുരേഷ് ഗോപിയുടെ ഒരു അന്ധമായ ആരാധകൻ എന്ന് പറയാം. എത്ര പ്രാവശ്യം സുരേഷ് ഗോപി തള്ളിക്കളഞ്ഞാലും ചന്ദ്രു പോവില്ല. ചന്ദ്രു നെഴിൽ പോലെ സുരേഷ് ഗോപിയിൽ കൂടെ നടക്കും. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കും ചന്ദ്രുവിനെ ഇഷ്ടമാണ്. ഒരുപാട് സഹായങ്ങൾ, ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം തിരുവനന്തപുരത്ത് തൈക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാർജിൻ ഫ്രീ ഷോപ്പ് തുടങ്ങി ചന്ദ്രു ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ചന്ദ്രന് ബിസിനസ് ഒന്നും പറഞ്ഞിട്ടില്ല അന്ന്. പാവം ജീവിക്കാൻ വേണ്ടി 2 കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ജീവിക്കണ്ടേ. അതുകൊണ്ട് അദ്ദേഹം ഒരു മാർജിൻ ഫ്രീ ഷോപ്പ് തുടങ്ങി. അതിനെന്തോ സാമ്പത്തികമായിട്ടൊക്കെ സുരേഷ് ഗോപി സഹായിച്ചു. പക്ഷേ ഒരു ദിവസം രാവിലെ മാർജിൻ ഫ്രീ ഷോപ്പ് തുറക്കാൻ വരുമ്പോൾ അതിന് തൊട്ട് താഴെയുള്ള കോളനിക്കാർ തലേദിവസം തന്നെ ലോറിയോ ടെമ്പോയൊക്കെ കൊണ്ട് നിർത്തി മൊത്തം സാധനം മോഷ്ടിച്ചുകൊണ്ടി. അപ്പോഴും ചന്ദ്രൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക, അല്ലാതെ ചന്ദ്രന് സങ്കടമൊന്നും തോന്നിയില്ല. എനിക്കതുകൊണ്ട് തന്നെ ചന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ്. ചന്ദ്രു ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല. അതുപോലെ തന്നെ ഒരു അവകാശവാദവും ഉന്നയിക്കാത്ത ആളാണ്. അതുപോലെ തന്നെ കുറ്റപത്രം എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെയാണ് സുരേഷ് ഗോപിക്ക് ഒരു ബർത്ത് ഉണ്ടാക്കി കൊടുത്തത്, റീബർത്ത് ഉണ്ടാക്കി കൊടുത്തതൊന്നും അയാൾ ആരുടെയും പറയില്ല. ഇതിലെ രസം എന്താണെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി രാജ്യസഭ MP ആയപ്പോൾ അയാളുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ചന്ദ്രനെ വിളിച്ചു. അപ്പോൾ നല്ല ശമ്പളം കിട്ടും. പക്ഷേ അയാൾ കൈയേറ്റില്ല. അയാൾ പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞു. കാരണം അയാൾക്കറിയാം സുരേഷ് ഗോപിക്ക് കൊച്ചു പിള്ളേരെ പോലെ ദേഷ്യം വന്നാൽ സ്ഥലകാല ബോധമില്ലാതെ ചീത്ത വിളിക്കുകയും സ്ഥലകാല ബോധമില്ലാതെ അടിക്കുകയൊക്കെ ചെയ്യുന്ന ക്യാരക്ടറാണ്. നമ്മൾ തമ്മിൽ ഇപ്പം നല്ല സുഹൃത്തുക്കളാണൊന്നുമില്ലെങ്കിൽ അയാൾ ഡയറക്ടർ, ഞാൻ ഡയറക്ടർ, അയാൾ നടൻ എന്നുള്ളൊരു സ്നേഹബന്ധം ഉണ്ടാവുമല്ലോ. ഞാൻ അയാളുടെ സ്റ്റാഫായി മാറിയാൽ അതിൻ്റെ വില പോകുമെന്ന് ആരെക്കാളും നന്നായി ചന്ദ്രുവിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഏറ്റില്ല. ഇപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം തിരുവനന്തപുരത്ത് മുഴുവൻ വിളിച്ചത് ചന്ദ്രുവാണ്. അപ്പോൾ ചന്ദ്രുവിന് കയ്യിൽ നമ്പറില്ലാത്ത ആളുകളുടെ ആണ് ലിസ്റ്റിലുള്ളതെങ്കിൽ എന്നെ വിളിച്ച് കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കും, സുരേഷ് ഗോപിയുടെ മോളെ കല്യാണം വിളിക്കാൻ നമ്പരൊക്കെ ഞാൻ തരണം അല്ലേ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ചിരിക്കേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് അറിയാം ആ വീട്ടിൽ ഇരുന്ന് ചിലപ്പോൾ ദിനേശിനെ പറ്റി എന്നൊക്കെ മോശമായിട്ടൊക്കെ സുരേഷ് ഗോപി പറയുന്നത്. എന്നെ വിളിച്ചില്ല കല്യാണം, എനിക്കതിൽ പ്രയാസവുമില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ മന്ത്രിയായപ്പോഴും സുരേഷ് ഗോപി വിചാരിച്ചാൽ അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള 2 കുട്ടികളാണ്. അവർക്ക് 2 പേർക്കും 2 ജോലി വാങ്ങിച്ചു കൊടുക്കാനൊക്കെ സുരേഷ് ഗോപി വിചാരിച്ചാൽ നടക്കും. ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് എന്താ പറയുക, അത് സുരേഷ് ഗോപിയാണ് തീരുമാനിക്കേണ്ടത്. അതിലപ്പുറം ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറയാൻ വന്നത്, ഈ ചപ്പാത്തിയും മുട്ടക്കറിയും ഉള്ളിക്കറിയും ഒക്കെ ആയിട്ട് ക്യാരിയറും തൂക്കി 6-7 മാസക്കാലം വൃന്ദാവൻ ടൂറിസ്റ്റ് ഹോമിൽ ഞങ്ങളുടെ റൂമിലേക്ക് രാത്രി ഭക്ഷണവുമായിട്ട് വന്നുകൊണ്ടിരുന്ന ആ കൊച്ചു പയ്യനാണ് സുധീർ ബോസ് എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടറും കലാഭവൻ അവസാനമായിട്ട് അഭിനയിച്ച കബഡി കബഡി എന്ന് പറഞ്ഞ സിനിമയുടെ 2 സംവിധായകരായിരുന്നു, മനു പിന്നെ സുധീർ ബോസ്. ഇവർ 2 പേരുടെയാണ് ആ പടം ഡയറക്റ്റ് ചെയ്തത്. മാണിസികാപ്പം പ്രൊഡ്യൂസ് ചെയ്ത പടം, അതിൻ്റെ സംവിധായകനായിരുന്നു. അപ്പോൾ എനിക്ക് അതിശയത്തോടെ മാത്രമേ ഞാൻ ഈ സുധീർ ബോസിനെ പലപ്പോഴും കണ്ടിട്ടുള്ളൂ. കാരണം കുറ്റപത്രം ഇനി നിങ്ങൾ കാണുകയാണെങ്കിൽ നോക്കി, അതിൽ ഒരു കരുവാട് പോലത്തെ ഒരു മെലിഞ്ഞൊരു പയ്യനുണ്ട്, വലിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അത് ഈ സുധീർ ബോസാണ്. പടം തുടങ്ങാറായപ്പോൾ സ്വഭാവം മാറി. സുധീർ ബോസിന് ഒരു പ്രധാന വേഷം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന ഗണേശൻ്റെയും മഹേഷിൻ്റെയും സുഭാഷ് ഗോപിയുടെയൊക്കെ കൂടെ ഗ്യാങ്ങിൽ ഇയാളെയും കൂടെ ഇട്ടു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കോമഡി ആയിട്ട് തോന്നി. ഇയാളുടെ രൂപം കണ്ടാൽ ഡാൻസ് ആയാലും ശരി, ഫൈറ്റ് ആയാലും ശരി, എല്ലാത്തിലും ഇയാൾ കാണിക്കുന്നതാണുമ്പോൾ ഒരു മെലിഞ്ഞ പയ്യൻ. സഹികെട്ട് വിജയരാഘവനാണെന്ന് തോന്നുന്നു, മലേഷ്യ ഭാസ്കറിൻ്റെ പറഞ്ഞു, മാഷേ അതോ നിൽക്കുന്ന പയ്യനില്ലേ ആ ഗ്യാങ്ങിൽ, അവൻ ഈ പ്രൊഡ്യൂസറുടെ മകനാണ് കേട്ടോ, ഭയങ്കര തലവേദന അവനെ കൊണ്ട്, അവൻ എന്തെങ്കിലും ഒരു നല്ല പണി കൊടുക്കണേ എന്ന് പറഞ്ഞു. ആ കുറ്റപത്രം ഇനി നിങ്ങൾ കണ്ടു നോക്കൂ. നേമത്ത് മെർലാൻഡ് സ്റ്റുഡിയോയ്ക്ക് അടുത്തുള്ള റെയിൽവേ പാളത്തിൽ ഫൈറ്റ് കിടക്കുമ്പോൾ പാളത്തിൽ സുധീർ ബോസിൻ്റെ കഴുത്തിനെ പിടിച്ചു വെച്ചിട്ട്, തലയെ പിടിച്ചു വെച്ചിട്ട് ചവിട്ടി ഞെരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ചവിട്ടി ഞെരിച്ചു കളഞ്ഞു. 5-6 ദിവസം സുധീർ ബോസിന് നേരെ സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം എല്ലാവരും കൂടെ ആ വാശി തീർത്തു. പിന്നെ സുധീർ ബോസിനെ അറിയപ്പെടുന്നത് പ്രശസ്തരായ പലരുടെയും കൂടെ എന്താ പറയുക, അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എവിടെ വെച്ച് കണ്ടാലും ഓടി എൻ്റെ അടുത്ത് വരും, ദിനേശ് ചേട്ടാന്ന് വിളിച്ചിട്ട് വരും.
ഞാൻ ഒരുപാട് അയാളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിളയാതെ പഴുത്തു എന്ന് പറയുന്നത് പോലെ ഇയാൾ സിനിമയിലെ മോശം വഴികളിലൂടെ യാത്ര തുടങ്ങി. നല്ല മദ്യപാനം. അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കുറ്റപത്രം നടക്കുന്ന സമയത്ത് സാമ്പത്തിക ക്രൈസിസ് വന്നപ്പോൾ ഈ അച്ഛൻ കേശവൻ നായർ നടത്തുന്ന ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കാൻ വന്ന പ്രീത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളൊരു മോശമല്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ളൊരു വീട്ടിലെ കുട്ടിയായിരുന്നു. അവളുടെ എനിക്ക് തോന്നുന്നു 10-40 പവൻ സ്വർണം വാങ്ങി പണയം വയ്ക്കാൻ തൽക്കാലത്തേക്ക് കുറച്ച് പൈസയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വാങ്ങി പണയം വെച്ചു. പണയം വയ്ക്കാൻ കൊടുത്ത സ്വർണം കൊണ്ടുപോയി സുധീർ ബോസ് വിറ്റു. അത് പിന്നെ എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ ആയി. അവസാനം അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പ്രീതയെ സുധീർ ബോസ് കല്യാണം കഴിച്ചു. സുധീർ ബോസ് കല്യാണം കഴിച്ച് 2 കുട്ടികളായി. പക്ഷേ ഇയാളുടെ വഴിവിട്ട ഈ മദ്യപാനം, അമിതമായ മദ്യപാനവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരുമിൽ സ്വാഭാവികമാണല്ലോ തെറ്റും. അങ്ങനെ സുധീർ ബോസുമായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ച് പ്രീത ഈ 2 കുട്ടികളുമായി കോഴിക്കോട്ടേക്ക് പോയി. അവിടെ ഒരു ചെറിയ റെഡിമെയ്ഡ് കടയിൽ എന്തോ നടത്തിയൊക്കെയാണ് ജീവിതം തുടങ്ങിയത്. അവിടെ വെച്ച് എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റി 2 വർഷക്കാലമായി പ്രീത കിടപ്പിലാണ്. ഓരോരുത്തരുടെ ഓരോ ജീവിതത്തിലെ വഴിത്തിരിവുകൾ ആലോചിച്ച് നോക്കുക. 2 കുട്ടികളുടെ മൂത്ത മകൻ പഠിച്ച് അവൻ ഇപ്പോൾ UK-യിലാണ്. അതുകൊണ്ട് പ്രീത ഇനി കരയേണ്ടിയൊന്നും വരില്ല. പ്രീത രക്ഷപ്പെട്ടു. രണ്ടാമത്തെ പെൺകുട്ടി +1 +2 എന്തോ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലും സുധീർ ബോസിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. ഈ സിനിമയിൽ പലരും തെറ്റിദ്ധരിക്കുന്നത് കലാകാരനാണെങ്കിൽ നല്ല മദ്യപിക്കണം, നല്ല വീഴ്ചയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന മണ്ടന്മാരാണല്ലോ. എല്ലാവരും പറ്റിക്കണം. അപ്പം ഞാൻ എവിടെ വെച്ച് കണ്ടാലും സുധീർ ബോസിനോട് പറയും, ഒരു അധ്യാപകൻ്റെ മകൻ, ആകെ നിൻ്റെ അമ്മ ചെയ്ത ഒരു തെറ്റൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയുടെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ മാന്യനായിരുന്നു. അയാൾ നീ കാണിക്കുന്ന ഒരു വഴിവിട്ട പണിയും അയാൾ ചെയ്തിട്ടില്ല. ഒരു കാര്യത്തിലും ചന്ദ്രു വളരെ മാന്യനാണ്. എനിക്കതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും മതിപ്പ്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഫോൺ ചെയ്യാറുണ്ട്. കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞങ്ങ് വയ്ക്കും. ആരെപ്പറ്റിയൊന്നും പറയില്ല. നമ്മൾ സുരേഷ് ഗോപിയെ വട്ടാക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അയാൾ ചിരിച്ചോണ്ടിരിക്കുകയുള്ളൂ. അയാൾ ഫോണിൽ കൂടെ മറുപടി പറയില്ല. എനിക്ക് തോന്നുന്നു എന്നെപ്പറ്റി സുരേഷ് ഗോപി ചീത്ത വിളിച്ചാലും ചന്ദ്രു ചിരിക്കുകയുള്ളെന്ന് തോന്നുന്നു, മറുപടി പറയില്ലായിരിക്കും. അതാണ് അയാളുടെ ഒരു ക്യാരക്ടർ. ആരെയും കൂട്ടിയടിപ്പിക്കുക, ആരെപ്പറ്റി അപഖ്യാതികൾ പറയുക, ഒന്നും ചെയ്യാത്ത ഒരു നല്ല മനുഷ്യനാണ് ചന്ദ്രു. ഞാൻ ഈ സുധീർ ബോസിനോട് പറയുമായിരുന്നു, എടാ അയാളെ കണ്ട് പഠിക്കുക. ഇല്ല ഏട്ടാ, ഞാൻ എല്ലാം തിരുത്തുകയാണ് ചേട്ടാ, തിരുത്തുകയാണെന്ന് പറയും. തിരുത്തുകയാണെന്ന് പറയുമ്പോഴും നമുക്കറിയാം അടിച്ച് പിരുന്നാണ് നിൽക്കുന്നത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പകുതി അവനെ ഉപദേശിക്കുകയാണ് ചെയ്യണത്. നീ അങ്ങനെ ചെയ്യരുത്, ഒരുപാട് ഹൈ ഷുഗറൊക്കെ ഉള്ള ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ് നിൻ്റെ അമ്മ, അമ്മയെ കരയിക്കരുത്, പ്രീതയെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറയും. ഇല്ല ഏട്ടാ, അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ എന്നൊക്കെ പറയും. അപ്പോൾ ചില ദിവസം കാണുമ്പോൾ നല്ല ഭക്തനെ പോലെ ചന്ദന കുറിയൊക്കെ അടിച്ച് മര്യാദക്കാരനെ പോലെ പോകണം. പിന്നെ കാണുന്നത് അല്ലെങ്കിൽ അവനെപ്പറ്റി കേൾക്കുന്ന കഥ അടിച്ച് പിരിന്ന് മൊത്തം പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഈ എന്താ പറയുക, കുറ്റപത്രത്തിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്തെ കഥകൾ പറഞ്ഞാൽ ചിരിച്ചു മണ്ണ്. ഒരു പുതിയ സംവിധായകനാവുമ്പോഴേ എല്ലാവരും എടുത്ത് കൊടുക്കാൻ നോക്കും. പക്ഷേ ചന്ദ്രു ഒന്നിനും വഴങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചില ഡയലോഗുകൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും ചന്ദ്രു സമ്മതിച്ചിട്ടില്ല. അതാണ് പിന്നെ ഒരുപാട് കയ്യടി ഉണ്ടാക്കി. അപ്പോൾ നമ്മളുടെ സിനിമ അനുഭവങ്ങളാണ് തെറ്റെന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യമായത്. ഈ കുറ്റപത്രത്തിൽ ശ്രീജ വളർത്തുന്ന ഒരു തത്തയുണ്ടായിരുന്നു. ആ തത്ത ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോഴും ഈ തത്തയെ സൂക്ഷിക്കണമല്ലോ, കണ്ടിന്യൂറ്റി അല്ലേ. ആർട്ടിലെ ഒരു അസിസ്റ്റൻറ്റ് പയ്യൻ പൂജപ്പുരയുള്ള ഇപ്പോഴും അവനെ കാണുമ്പോൾ ഞാൻ വിളിക്കും, ഇവിടെ തത്ത വല്ലതും ഉണ്ടാ കയ്യിലെന്ന് കേൾക്കും. അവ ആ തത്തയ്ക്ക് വേണ്ടി എത്ര രൂപ വാങ്ങിച്ചെന്നറിയോ, തത്തയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ. അതുപോലെ തന്നെ ഗോൾഫ് ക്ലബ്ബിലായിരുന്നു ഈ പടത്തിൻ്റെ ക്ലൈമാക്സൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നു ഗണേശനില്ല, ഗണേശൻ മുങ്ങിക്കളഞ്ഞു. മറ്റുള്ളവരാണെങ്കിൽ പേര് പറയാൻ മടിക്കും, ഞാനെന്തിനും മടിക്കണമല്ലേ. എന്നെപ്പോലെ തന്നെ അതിലൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ബൈജു കൊട്ടാരക്കര. ഞാനും ബൈജു കൊട്ടാരക്കരയും കൊണ്ട് ഒരു കാറെടുത്ത് ഗണേശൻ എന്നെ അഴിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് വലിയ ഗേറ്റൊക്കെ ഉണ്ടല്ലോ ഇവിടെ വഴുതക്കാട്. പാതിരാത്രി എന്ന് ഗേറ്റിലിട്ടടിക്കുമ്പോൾ ബൈജു കൊട്ടാരക്കര ഗേറ്റിൽ തൂങ്ങും, അകത്തോട്ട് ഇറങ്ങാനായിട്ട്. ഗേറ്റിൽ തൂങ്ങുമ്പോൾ ബൈജു കൊട്ടാരക്കര അത്രയും പൊക്കമുള്ള ഒരു പട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് കുതിച്ച് വരും. പട്ടി വരുമ്പോൾ ബൈജു കൊട്ടാരക്കര മതിൽ നീങ്ങി റോട്ടിൽ ചാടും. ഇങ്ങനെ ഞങ്ങൾ ഗണേശ എന്ന് വിളിച്ച് ഒരു 10-20 മിനിറ്റ് വിളിച്ചിട്ട് ഒരനക്കവുമില്ല. ഞങ്ങൾ നിരാശരായിട്ട് കാറിൽ അങ്ങ് ഗോൾഫ് ക്ലബ്ബിൽ പോകും. പോയിട്ട് ചന്ദ്രു വരും കാറിൽ. ചന്ദ്രു വന്നിട്ട്, ഗണേശ കളിക്കരുത്, ക്ലൈമാക്സ് എടുത്തോണ്ടിരിക്കുമ്പോൾ നീ ഞങ്ങളുടെ കളിക്കരുത്, എന്താണ് ഗണേശ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് റോഡിൽ നിന്ന് അലറി സംസാരിക്കും. ഒന്നും അറിയാത്തല്ല ഗണേശ ഇറങ്ങി വരും. ചന്ദ്രു ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാറ് കയറി വന്ന് ബാക്കി അഭിനയിക്കും. എന്നിട്ട് അവിടെ വന്നിടാൻ ബൈജു കൊട്ടാരക്കര നോക്കി ഗണേശ ഒരു ചിരിയിരിക്കും. കാരണം ഗണേശൻ മോളിൽ നിന്നുകൊണ്ട് കണ്ടോണ്ടിരിക്കുക ഈ പട്ടികൾ ബൈജുവിനെ ഓടിക്കുന്നത്. അതുപോലെ തന്നെ
ഈ ഷൂട്ട് ചെയ്ത് ഈ ടോണി ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ആ കാലത്ത് മരിച്ചുപോയി. ഈ സിനിമയിൽ വന്ന് വെള്ളമടിച്ച് എത്ര പേരെന്നാണ് പോയത്. ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ നിന്ന് പോയവരുടെ കണക്കെടുത്താൽ തന്നെ എന്തുമാത്രം ഉണ്ടെന്നറിയാം. നല്ല മദ്യപാനിയായിരുന്നു ടോണി. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കൈ ഇങ്ങനെയൊക്കെ ആക്കി ക്യാമറമാൻ ഡാൻസ് കളിക്കുമ്പോഴേക്കാൾ കാണിക്കുന്നത്. നല്ല ക്യാമറമാനായിരുന്നു, പക്ഷേ രക്ഷപ്പെട്ടില്ല. കയ്യിലിരിപ്പുണ്ട് രക്ഷപ്പെടാത്ത. അപ്പോൾ ടോണി ഷൂട്ട് ചെയ്ത് പോയി. നേരം വെളുത്തു. ഗോൾഫ് ക്ലബ്ബിൽ ഷൂട്ടിംഗ് നിർത്തുന്നേ ഇല്ല ടോണി. അടിച്ചിരിക്കുന്ന ഇതിൽ എടുക്കാമെന്ന്, ഞാനല്ലേ എടുക്കണേ, പാതിരാത്രി പോലെ ഇരിക്കുമെന്ന് പറഞ്ഞൊക്കെ എടുത്തു. റഷ് ഡെവലപ്പ് ചെയ്ത് റഷ് ഇട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ പാതിരാത്രി നട്ടപ്പാതിരി ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഫ്രെയിമിൽ കാക്ക പറക്കുന്നു ആകാശത്തൂടെ. രാവിലെ ഏർലി മോർണിംഗിൽ കാക്കകൾ പറന്ന് വരണം. ഉപയോഗിക്കാൻ പറ്റുമോ? അതുപോലെ റിവേഴ്സ് ഷോട്ട് എടുക്കുകയാണ്. റിവേഴ്സ് ഷോട്ട് എടുത്തു. അപ്പം നമ്മൾ റിവേഴ്സായിട്ട് ചെയ്യുന്ന അറിയാമല്ലോ. പക്ഷേ തിയേറ്ററിൽ പോയിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ബൈജുവിനെ കാർ ഇടിച്ച് തെറിപ്പിക്കുകയല്ല, ബൈജു ഓടിക്കൊണ്ട് ചെന്ന് കാറിനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. മറിഞ്ഞുപോയി, ചെയ്തത് തിരിഞ്ഞുപോയി. ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങൾ പിടിച്ച ചിത്രീകരണമായിരുന്നു. എങ്ങനെയൊക്കെ പടം തീർത്ത് തിയേറ്ററിലെത്തിച്ചു. 17 ലക്ഷം രൂപ അക്കാലത്ത് 1991 17 ലക്ഷം രൂപ ചിലവായി കുറ്റപത്രത്തിന്. സുരേഷ് ഗോപിക്ക് ആ പടത്തിന് 75,000 രൂപയായിരുന്നു ശമ്പളം. നായികയായ ശ്രീജയ്ക്ക് 25,000 രൂപ. ചാരങ്കാട്ട് അശോകൻ എന്ന് പറഞ്ഞൊരു പ്രശസ്തനായ നിർമ്മാതാവ് ഉണ്ടായിരുന്നു. KR ഗൗരിയമ്മ രാഷ്ട്രീയം CPM നിന്ന് വിട്ട് അപ്പുറത്ത് പോയപ്പോൾ ചീഫ് മിനിസ്റ്റർ KR ഗൗതമി എന്ന് പറഞ്ഞ സിനിമ എടുത്ത ചാരങ്കാട്ട് അശോകനായിരുന്നു വിതരണം. 12 ലക്ഷം രൂപയ്ക്ക് എന്തോ വിതരണം എടുത്ത് പിന്നെ ദിനേശ് പണിക്കർക്ക് അന്ന് കാസറ്റ് കമ്പനിയുള്ള കാല, അദ്ദേഹം 75,000 രൂപയ്ക്ക് അതിൻ്റെ കാസറ്റ് റൈറ്റ് എടുത്തു, ചാനൽ 12. പിന്നെ തമിഴ് തെലുങ്ക് എല്ലാം കൂടെ ചന്ദ്രു വിറ്റ് കൊടുത്തു 1.5 ലക്ഷം രൂപയ്ക്ക്. അങ്ങനെ എല്ലാം കൂടി തട്ടിത്തടഞ്ഞ് വേണമെങ്കിൽ ചിലവാക്കിയ പൈസയോളം തിരിച്ചു കിട്ടിയെന്ന് പറയാം. പക്ഷേ പടം ഓടിയെങ്കിൽ പോലും അതിൻ്റെ ഗുണമുണ്ടായില്ല സുധാദേവിക്ക്. അക്കാലത്ത് സാജ് പിക്ചേഴ്സ് സാജൻ, ലൂസിയ സാജൻ സിനിമയിൽ നിന്നെല്ലാം മറ്റേ പൊളിഞ്ഞ് പോളിസായി ജയിലിലൊക്കെ ആയല്ലോ. ഓറിയൻ്റൽ ഫൈനാൻസൊക്കെ പൊളിഞ്ഞ് ജയിലിലൊക്കെ ആയ അയാൾ പുറത്തിറങ്ങിയ ശേഷം അയാൾ വീണ്ടും ഒരു റീബർത്തിന് വേണ്ടി ഒരു പടം എടുത്തു. 2ാം വരവ് എന്ന് പറഞ്ഞ് ജയറാമിനെ വെച്ചൊരു പടം എടുത്തു, K. മധു സംവിധാനം. ഈ പടവും കുറ്റപത്രവും ഒന്നിച്ച് റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഇതിൻ്റെ വിതരണം എനിക്ക് തരണമെന്ന് പറഞ്ഞു. കുറ്റപത്രത്തിൻ്റെ സുരേഷ് ഗോപി തന്നെ ആദ്യം എതിർത്തു. കൊടുക്കരുത്, ഒരു കാരണവശാലും ചന്ദ്രു കുറ്റപത്രം സാജ് പിക്ചേഴ്സിന് കൊടുക്കരുത് എന്ന് പറഞ്ഞു. കാരണം എന്താ അറിയോ, ഈ പടം വാങ്ങി നിസ്സാര തുകയ്ക്ക് വാങ്ങിച്ചിട്ട് വിതരണം എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വിതരണം ചെയ്യാതെ പെട്ടിയിൽ പൂട്ടി വെച്ചിട്ട് 2ാം വരവ് റിലീസ് ചെയ്യാമെന്ന് സാജൻ പ്ലാൻ ചെയ്തിരുന്നു എന്ന് എങ്ങനെയോ സുരേഷ് ഗോപിയും സിനിമ ഇൻഡസ്ട്രിയും ഒക്കെ മനസ്സിലാക്കി. അങ്ങനെ അത് കൊടുത്തില്ല. അതിൻ്റെ പിന്നാലെ അറിയുന്നത് ഈ പടത്തിൻ്റെ എല്ലാ റൈറ്റുകളും വിറ്റെടുത്തോളാനായിട്ട് ചാരങ്കാട്ടിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നിർമ്മാതാവായ സുധാദേവിയും അവരുടെ ഭർത്താവായ കേശവൻ നായരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ പത്രങ്ങൾ കാണിച്ച് ചാരങ്കാട്ട് അശോകൻ ഒരു കളി കളിക്കാൻ നോക്കി. അപ്പോൾ അന്നിവിടെ എന്താ പറയുക, ഭരിക്കുന്നവരുടെ പിന്തുണ കൊണ്ടാണ് എന്താണെന്ന് പറഞ്ഞാൽ ചാരങ്കാട്ട് അശോകന് പോലീസിൻ്റെ നല്ല പിന്തുണ ഉണ്ടായിരുന്നു. ചാരങ്കാട്ട് അശോകൻ ആലപ്പുഴയിലെ ഒരു വലിയ ധമ്പന്നനായ ഒരു ഫാമിലിയിലെ അംഗമല്ലേ. അയാൾ കാശൊക്കെ കൊടുത്തിട്ടായിരിക്കാം പോലീസുകാരെ സ്വാധീനിച്ച് പോലീസുകാർ ചന്ദ്രനെയൊക്കെ പിടിച്ച് വരട്ടാൻ തുടങ്ങി. അത് നിർമ്മാതാക്കൾ എഴുതി കൊടുത്തതാണല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമായി. അവസാനം അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നിർമ്മാതാക്കൾ എഴുതി കൊടുത്തിട്ടില്ല, വ്യാജ ഒപ്പിട്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സുധാദേവി എഴുതി കൊടുത്തിട്ടില്ല, കേശവൻ നായർ എഴുതി കൊടുത്തിട്ടില്ല. അവസാനം എന്തിനു പറയുന്നു, ചാരങ്കാട്ട് അശോകൻ ചന്ദ്രനോട് പോലും പറഞ്ഞു, നിങ്ങളിതിൽ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾക്കൊരു 25,000 രൂപ തന്നേക്കാന്ന് പറഞ്ഞു. 1991 25,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. പക്ഷേ ചന്ദ്ര ഒതുങ്ങിയില്ല. ചന്ദ്ര പറഞ്ഞ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ആ 25,000 രൂപ കൂടെ ചേർത്ത് നിർമ്മാതാക്കൾക്ക് കൊടുക്കാനുള്ള കൊടുക്കും, എനിക്ക് വേണ്ട. അങ്ങനെ അവസാനം 3 ലക്ഷം രൂപ കൂടെ കൊടുത്തെന്തോ 12, 3, 15 ലക്ഷം രൂപ. അങ്ങനെ 15 ലക്ഷം രൂപ കൊടുത്തെന്തോ ആണ് അത് സെറ്റിൽ ചെയ്തത്. പക്ഷേ ഇയാൾക്ക് ചാരങ്കാട്ടിന് നല്ല ലാഭം കിട്ടിയ പടമായിരുന്നു. അങ്ങനെ അത് പോയി. ഈ 75,000 രൂപയ്ക്ക് അഭിനയിച്ച ചന്ദ്രുവിന് സുരേഷ് ഗോപിക്ക് കുറ്റപത്രം എന്ന് പറഞ്ഞ ഒറ്റ പടം കൊണ്ട് തുടർച്ചയായിട്ട് 7 പടങ്ങളുടെ നായകനാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയും മൈലേജ് ഉണ്ടാക്കി കുറ്റപത്രത്തിൻ്റെ വിജയം. പക്ഷേ ഒരിടത്തും സുരേഷ് ഗോപി പറയില്ല കുറ്റപത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയില്ല. അതുപോലെ തന്നെ ഞാൻ അതിലൊരു പൈലറ്റായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ചതിലാണെന്ന ഒന്നും പറയില്ല. പക്ഷേ ചന്ദ്രുവിനെ ഇഷ്ടമാണ് അയാൾക്ക്. നമ്മൾ എല്ലാം പറയണമല്ലോ. ചന്ദ്രു നേഴ് പോലെ സുരേഷ് ഗോപി ഒരാളായിട്ട് ഇങ്ങനെ നടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് തിരുവനന്തപുരത്ത് വിളിക്കുന്നവരുടെയൊക്കെ ചുമതല ചന്ദ്രുവിനായിരുന്നു. ചന്ദ്രുവിനോട് പ്രത്യേകം പറഞ്ഞു, കുറ്റപത്രത്തിൻ്റെ പ്രൊഡ്യൂസറുടെ മകൻ സുധീർ ബോസിനെ കല്യാണം വിളിക്കണമെന്ന് പറയുകയും സുധീർ ബോസിനെ കൊണ്ടുവന്ന് ചന്ദ്രു ഒരു കല്യാണ ലെറ്റർ കൊടുക്കുകയും ചെയ്തു.
പക്ഷെ അപ്പോഴുപോലും ഈ സുധീർ ബോസ് മദ്യപാനത്തിൽ ഉണ്ടാകാവുന്ന അസുഖങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോയ ഒരാളാണ് ഞാനെന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞേയില്ല. പറഞ്ഞെങ്കിൽ അയാളെ സഹായിക്കും. അതൊന്നും ഇല്ലാതെ എന്ന് പറയാൻ പറ്റില്ല. കല്യാണത്തിന് ചെന്നു, സുധീർ ബോസും അദ്ദേഹത്തിൻ്റെ അനിയനും കൂടെ ചെന്നു. ഇവർ 2 ആൺമക്കളാണ്. രണ്ടുപേരും കൂടെ ചെന്നു. സുരേഷ് ഗോപി കൈയൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ആ ഓരോന്നോരോന്നായിട്ട് എൻ്റെ മനസ്സിൽ തേട്ടി വരിക. ഞങ്ങളുടെ ഈ കുറ്റപത്രത്തിൽ ഇന്നസെൻ്റ് പർദ്ദയിട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു സീനുണ്ടായിരുന്നു, ആൾമാറാട്ടം നടത്തുന്നത്. അങ്ങനെ പർദ്ദയിട്ട് പോയി വഴിതെറ്റി ഒരു സ്വിമ്മിംഗ് പൂളിൽ ചാടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ ചാടിയ പിന്നെ ഇന്നസെൻറ്റിനെ കാണാനില്ല. ഇന്നസെൻ്റ് മുങ്ങിക്കളഞ്ഞു, ആ പർദ്ദയോടെ മുങ്ങിക്കളഞ്ഞു. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കുറ്റപത്രത്തിനെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പക്ഷേ ഞാനത് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുധീർ ബോസ് വിളയാതെ പഴുത്തുപോയി എന്ന് പറയുന്നത് പോലെ. അപ്പം മധുരം ഉണ്ടാവില്ല. അയാൾ മദ്യത്തിനും സിനിമയിലെ വഴിവിട്ട ജീവിതം നയിച്ചതിൻ്റെ പേരിലാണ് പ്രീത തന്നെ അയാൾ ഉപേക്ഷിച്ച് പോയത്. ഇന്ന് ഞാൻ പത്രം എടുത്ത് നോക്കിയപ്പോൾ ചരമക്കോളത്തിൽ ഇങ്ങനെ സംവിധായകൻ സുധീർ ബോസ് മരിച്ചു എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ അയാളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അനിയൻ്റെ പേരെല്ലാം ഉണ്ട്. അയാൾ മരിച്ച വീടിൻ്റെ പേരും അഡ്രസ്സും കൃത്യമായിട്ടെല്ലാം ഉണ്ട്. പക്ഷേ അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നോ അതിൽ 2 മക്കളുണ്ടായിരുന്നു എന്നുള്ളത് മാത്രം കൊടുത്തിട്ടില്ല. അതൊക്കെ ഒരു വലിയ തെറ്റാണെന്ന് ഞാൻ പറയും. അപ്പോൾ അവർ പറയും മരിച്ചിട്ട് അവൾ വന്നില്ലല്ലോ എന്ന്. അവർ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടപ്പാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പ്രീതയുടെ നമ്പറിൽ ഞാൻ വിളിച്ചു നോക്കി, പ്രീത എടുക്കുന്നില്ല. എനിക്ക് തോന്നി ചിലപ്പോൾ നിങ്ങൾ ഈ സുധീർ ബോസ് മരിച്ചാൽ നിങ്ങൾ വരുന്നില്ലേ എന്നാൽ വല്ലതും ചോദിക്കാനായിരിക്കും വിളിച്ചതെന്ന് പ്രീത വിചാരിച്ചാണ്. ഞാൻ അതിനല്ല വിളിച്ചത്. പ്രീത ഇങ്ങനെ 2 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റി പ്രീത കിടപ്പിലാണെന്ന് ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. സുധീർ ബോസ് മരിച്ച ശേഷമാണ് ഞാൻ അറിയുന്നത്. സുധീർ ബോസ് അസിസ്റ്റൻ്റ് ഡയറക്ടറാവാൻ തീരുമാനിച്ചു, സിനിമയിലെത്താൻ തീരുമാനിച്ചു. അയാളങ്ങനെ മരിച്ചുപോയ ആനന്ദവല്ലി ചേച്ചിയുടെ മകൻ സംവിധായകൻ ദീപൻ ഉണ്ടല്ലോ, ദീപൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. PG വിശ്വംഭരൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അലി അക്ബറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. ബാംബു ബോയ്സിലൊക്കെ ഇയാളായിരുന്നു അസോസിയേറ്റ് എന്ന് തോന്നുന്നു. പിന്നെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ കൂടിയും വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് അയാൾ ഈ കബഡി ചെയ്യുന്നത്. കബഡി ചെയ്യുമ്പോൾ രസകരമായൊരു കഥ അത് പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞു തോന്നും. ഞാൻ ചില്ലുവിളക്കെന്ന് പറഞ്ഞ് KR മീരയുടെ നോവലെടുത്ത് സീരിയലാക്കുകയാണ് സൂര്യ TVക്ക് വേണ്ടി. അപ്പോൾ അമ്പലത്തറയുള്ള രാധാകൃഷ്ണ ഇലക്ട്രിക്കൽസിൻ്റെ ഒരു വലിയ 4 നില കെട്ടിടമുണ്ട്, വീട്ടിനകത്ത് ലിഫ്റ്റൊക്കെ ഉള്ളത്. അവിടെയാണ് ഷൂട്ടിങ്. ദിവസം 10,000 രൂപ വാടക കൊടുത്ത് അവിടെയാണ് ഷൂട്ട് ചെയ്യണത്. മാണി സി കാപ്പൻ്റെ വീടായിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എൻ്റെ സീരിയലിൽ ആ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത് മാണി സി കാപ്പനാവണമെന്ന് എനിക്ക് എന്തോ ഒരു ആഗ്രഹം തോന്നി. ആ ഫിഗർ കൊണ്ടാണ്. ആ കഷണ്ടിയും സമൃദ്ധമായ ചിരിയും, എന്താ പറയുക, നല്ല സുമുഖനല്ലേ, മധുസാറിനെ പോലെ, ഈ ഗുരുവായൂർ കേശവനെ പോലെ കൊണ്ടു നിർത്താൻ പറ്റിയ, അഭിനയം കമ്മിയാണെങ്കിലും കൊണ്ടു നിർത്താൻ പറ്റിയ ഒരാളാണല്ലോ. അങ്ങനെയാണ് ഞാൻ കാപ്പനെ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞു, ദിനേശ് കഥ പറയൂ എന്ന് പറഞ്ഞ് ഞാൻ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ശരി, ഞാൻ വരാം ദിനേശ്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ എന്നെ വിളിക്കാൻ പറയൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് കേട്ടു. അപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞു ഇവിടെ വലിയ ശമ്പളമൊന്നും തരാൻ കഴിയില്ല എന്നുള്ള ചെറിയ തുക പറഞ്ഞു. പക്ഷേ ഒരു വൈമനസ്സും ഇല്ലാതെ അദ്ദേഹം ആ സീരിയൽ ചെയ്യാമെന്ന് ഏറ്റു. രസം എന്ന് പറഞ്ഞാൽ സ്കോർപ്പിയോ വണ്ടിയിൽ കോട്ടയത്ത് നിന്ന് വരും, വന്ന് ട്രിവാൻഡ്രം ക്ലബ്ബിൽ താമസിക്കുക. ഒരു മെമ്പറാണല്ലോ. അപ്പോൾ ആ ട്രിവാൻഡ്രം ക്ലബ്ബിൻ്റെ വാടക നമ്മൾ കൊടുക്കണ്ട. രാവിലെ ഒരു 7-8 മണിയാകുമ്പോൾ നാളെ എത്ര മണിക്ക് നിൽക്കുമ്പോൾ ഞാൻ പരമാവധി രാവിലെ പറയില്ല, സാർ 9 മണിക്ക് വന്നാൽ മതി പറയും. 9 മണിക്ക് വെള്ളം ഉടുപ്പ് മാത്രമേ പുള്ളി ജീവിതത്തിൽ ഇടാറുള്ളൂ. അതുകൊണ്ട് സീരിയലിലും അത് മതി എന്ന് വെച്ചു. അപ്പോൾ ഒരു 3-4 വെള്ളം അലക്കി തേച്ച വെള്ളം ഉടുപ്പും മുണ്ടുമായിട്ട് കാറിൽ വന്നിറങ്ങും. കോസ്റ്റ്യൂമർ ചെയ്യുന്ന ആ മുണ്ടൊക്കെ എടുത്ത് അകത്തുണ്ട് വയ്ക്കും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മേക്കപ്പ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അധിക സമയം പുള്ളിയെ വെറുതെ ഇരുത്തില്ല. ഷൂട്ടി ഡയലോഗൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പറയുന്ന ആളൊക്കെയാണ്. അധികം സംസാരമൊന്നുമില്ല. ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ ഇപ്പോഴത്തെ മന്ത്രിയായ ശശീന്ദ്രൻ, അന്ന് ഇവർ രണ്ടുപേരും ഒരു പാർട്ടിയിലായിരുന്നു. ശശീന്ദ്രൻ വരുമായിരുന്നു. അന്ന് അദ്ദേഹം വെറും MLA ആണ്. അതുപോലെ VC കബീർ, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇദ്ദേഹത്തെ കാണാൻ വരും. അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നോളും, ഒരു ശല്യമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ സുധീർ ബോസും വരും, വന്ന് എന്നെ ഇങ്ങനെ ആക്കും. ഞാനും അതിൽ കൂടുതൽ പിടി കൊടുക്കില്ല. കാരണം ഇവൻ മദ്യപാനമൊക്കെ തുടങ്ങി സിനിമയിലെ വഴിവിട്ട എല്ലാ പരിപാടിയും അവനുണ്ടെന്ന് പറയുമ്പോൾ ഞാനൊരു ഗ്യാപ്പ് ഇടും. കാരണം കൊച്ചു പയ്യനല്ലേ, അവൻ ഇങ്ങനെ പിഞ്ചിലെ പഴുത്തു പോയാൽ ശരിയല്ലോ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ കമ്പനി അടിക്കില്ല. അപ്പോൾ ഇവൻ്റെ കൂടെ ഒരു മനു എന്ന് പറഞ്ഞൊരു പുരുഷ മാനേജരോ എക്സിക്യൂട്ടീവ് എന്തായിരുന്നു, ഒരുത്തൻ, ഒരു സുമുഖനായ ഒരുത്തൻ. കാണാൻ മാത്രമേ കൊള്ളാവൂ, സ്വഭാവത്തിലൊന്നും വേന്ദ്രനാണ്. അതുപോട്ടെ, അതിന് ഇത് ക്യാമറയുടെ ഫ്രണ്ടിൽ പറയാൻ കൊള്ളില്ല. ഇവർ രണ്ടുപേരും കൂടെ വന്നിരുന്ന് ഇങ്ങനെ മാണി സി കാപ്പനോട് കുറേ കുശുശാന്ന് സംസാരിച്ചിട്ട് പോവും. ഇങ്ങനെ പോയി ഒരു ഷെഡ്യൂളിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇവർ വരും. വന്നാൽ ഒരു 3-4 മണിക്കൂർ ഇദ്ദേഹമായിട്ടിരുന്ന് സംസാരിച്ചിട്ട് പോവും. പോകുന്ന നേരത്തെ ഉണ്ടൊക്കെ ദിനേശേട്ടാ പോട്ടെ എന്നിട്ടങ്ങ് പോവും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാണി സി കാപ്പൻ മേഘാലയയിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. മേഘാലയ, ഞാൻ മേഘാലയയിലാണ് ദിനേശേ. ഞാൻ അവിടെ എന്താ സാർ?
അതിനുശേഷം എനിക്കിവിടെ മോശമല്ലാത്ത ഒരു 10,400 ഏക്കർ മഞ്ഞൾ തോട്ടമുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, കോട്ടയത്തുകാരനായ അല്ലെങ്കിൽ പാലക്കാരനായ മാണി സി കാപ്പന് മേഘാലയയിൽ 1,400 ഏക്കർ മഞ്ഞൾ തോട്ടം. പിന്നെ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ശരത് പവാറിൻ്റെ ബിനാമിയായിരുന്നു. ഇപ്പം അല്ല, ശരത് പവാറുമായിട്ട് എന്തൊക്കെയോ വഴിവിട്ട പ്രവൃത്തികളുണ്ട് ഇദ്ദേഹത്തിന്. അങ്ങനെ ശരത് പവാറിൻ്റെ ബിനാമിയായിട്ട് വാങ്ങിയതായിരിക്കണം, അല്ലാതെ അദ്ദേഹത്തിൻ്റെ പൈതൃകമായി കിട്ടിയൊന്നുമല്ല മേഘാലയയിൽ. അപ്പോൾ മേഘാലയയിൽ നിന്ന് എന്നെ വിളിച്ചു, ദിനേശേ, ഞാൻ മേഘാലയയിൽ നിന്ന് മറ്റന്നാൾ എത്തും. ഞാൻ ചെയ്യുന്ന പുതിയൊരു പടത്തിൻ്റെ പൂജയാണ് മറ്റന്നാൾ കലാഭവൻ തിയേറ്ററിൽ വഴുതക്കാട്. സന്തോഷം സാർ, നന്നായിരിക്കട്ടെ. അല്ല, അതിനല്ല ഞാൻ വിളിച്ചത്. പിന്നെ ദിനേശ്, ആ പൂജയിൽ പങ്കെടുക്കണം. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് സംസാരിക്കട്ടെ, മറ്റന്നാൾ എവിടെയാണ് ഷൂട്ടിംഗ് എന്ന് എനിക്കറിയില്ല, അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ വരാം സാർ. അങ്ങനെ പറയരുത് ദിനേശ്, വരണം, ഞാൻ നോക്കാം സാർ എന്നൊന്ന് വെച്ചു. കുറേ കഴിയുമ്പോൾ എൻ്റെ സീരിയലിൻ്റെ പ്രൊഡ്യൂസർ വയനാടുകാരനായ പൗലോസാണ്, സുൽത്താൻ ബത്തേരിക്കാരൻ. എനിക്ക് പറ്റിയൊരു കൈകുറ്റപ്പാടാണ്, പോട്ടെ. എനിക്ക് എന്നെ മൊത്തം മുക്കിയിട്ട് കളഞ്ഞു. എനിക്ക് സ്റ്റുഡിയോയുടെ പൈസയും എൻ്റെ പൈസയും എല്ലാം കൂടെ ചേർത്ത് 6-7 ലക്ഷം രൂപ കള്ളച്ചെക്ക് തന്നിട്ട് മുങ്ങിയ ആളാണ് പൗലോസ്. പോട്ടെ, അത് പോട്ടെ. അപ്പോൾ പൗലോസ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ദിനേശ് ചേട്ടാന്നാണ് വിളിക്കുന്നത്, ഞാൻ അയാളെ വിളിക്കുന്നത് പൗലോസ് ചേട്ടാന്നാണ്. കാരണം എന്നെക്കാളും ഒരുപാട് പ്രായമുള്ള ആളാണ്. ദിനേശ് ചേട്ടാ, മറ്റന്നാ കാപ്പ സാറിൻ്റെ പടത്തിൻ്റെ പൂജയാണ്, നമ്മൾ ആ പൂജയ്ക്ക് പോകണം. ഞാൻ പറഞ്ഞു, എന്തിനു നമ്മൾ പോകണേ? നിങ്ങൾ പോകും, ഞാൻ വരില്ല. അതെന്ത് ദിനേശ് ചേട്ടാ? ഞാൻ പറഞ്ഞു, എനിക്ക് കരിക്കകമെന്ന സ്ഥലത്താണ് ഷൂട്ടിങ്. കരിക്കകത്ത് അമ്മച്ചിയുടെ വീട്ടിൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ മുതൽ രാത്രി വരെ ടൈറ്റ് ഷെഡ്യൂളാണ് പൗലോസ്, എനിക്ക് വരാൻ പറ്റില്ല. ചേട്ടാ, ഞാനല്ലേ നിർമ്മിക്കണേ, ആ സീരിയലിൽ ഒരു ദിവസം ഷൂട്ടിംഗ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മളെ ഇത്രയും കാര്യമായിട്ട് കാപ്പ സാർ വിളിക്കുമ്പോൾ നമ്മൾ പോകണം. എന്നിട്ട് അത് ആര് ഡയറക്റ്റ് ചെയ്യണേ? എന്നിട്ട് അത് ഡയറക്റ്റ് ചെയ്യുന്നത് കാപ്പ സാറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരില്ലേ, ആ സുധീർ ബോസ് എന്ന് പറഞ്ഞ് ചേട്ടനെ പരിചയമുണ്ടെന്ന് പറഞ്ഞു. അവനാ ആ സുധീർ ബോസും കൂടെ ഒരു വെളുത്തൊരു കൊള്ളാൻ വരില്ലേ, അവനാവോ മനു, അവർ രണ്ടുപേരും കൂടെയാണ് ചേട്ടാ അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഓ, അത് ശരി. എന്നിട്ട് സുധീർ ബോസ് വിളിച്ചില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. നോക്കട്ടെ, എനിക്കാണെങ്കിൽ കരിക്കത്തുനിന്ന് മാറിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിൽ പോലും ഇങ്ങനെ നിർബന്ധിച്ച് പറയുകയും ഷൂട്ടിംഗ് അവിടെ നമ്മളെ സീരിയൽ നിർത്തി വെച്ചിട്ട് മുഴുവൻ ക്രൂവിനെയും കൊണ്ടുപോകണമെന്നാണ് ഇയാൾ പറയുന്ന ആര്, പൗലോസ്. ടെമ്പോ ട്രാവലറൊക്കെ വിളിച്ച് അവരെയൊക്കെ കയറ്റി കാറുകളിലൊക്കെ ഞങ്ങളുമൊക്കെ കയറി വഴുതക്കാട് കലാഭവൻ തിയേറ്ററിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരു കോൺഗ്രസിൻ്റെ AICC സമ്മേളനം നടക്കണമെന്ന് തോന്നുന്നു. അത്രയും കസർസാരികളുടെ നടുവിലാണ് റോഡിൽ മാണി സി കാപ്പൻ നിൽക്കുന്നത്. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ഒരു വലിയ ഏതോ VVIP മുഖ്യമന്ത്രിയോ അതുപോലുള്ള ആരെങ്കിലും വന്ന് സ്വിച്ച് ഓൺ നടത്താൻ പോയാൽ പോലും ഇത്രയും ആളുണ്ടാവില്ല, അത്രയ്ക്ക് ആൾക്കൂട്ടം കിടക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കൂട്ടം കണ്ട എനിക്കൊരു ചമ്മലുള്ള ആളാണ്. എന്നാലും നമ്മളൊരു സൈഡിൽ കൂടെ ഇറങ്ങി നേരെ ഗേറ്റിലേക്ക് ചെല്ലുമ്പോൾ കാപ്പ സാർ സമൃദ്ധമായ ചിരിയോടെ ഷേക്ക് ഹാൻഡൊക്കെ തന്ന് എന്നെ വിളിച്ചോട്ട് പോകണം അകത്തേക്ക്. അപ്പോൾ എല്ലാവരും ഒരു വിചിത്ര കഥാപാത്രത്തെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിചിത്ര ജീവിയെ നോക്കുമ്പോൾ എന്നെ നോക്കുക. നമ്മൾ കുളുന്നു കാപ്പൻ്റെ കൂടെ. കാപ്പൻ നല്ല ഹൈറ്റും തടിയൊക്കെ ഇല്ലേ, നമ്മൾ അതിന് നേരെ പകുതിയല്ലേ ഉള്ളൂ. നേരെ ചെന്നു, വിളക്കെല്ലാം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, ക്ലാപ്പ്, ദൈവങ്ങൾ എല്ലാം വെച്ചിട്ടുണ്ട്. ചെന്നിടം തന്നെ കത്തിച്ച വിളക്കെടുത്ത് എൻ്റെ കൈ നീട്ടി. ഞങ്ങളുടെ എന്ത് സാർ, ദിനേശാണ് വിളക്ക് കൊളുത്തുന്നത്. ഞാൻ പറഞ്ഞേ, ഞാൻ കൊളുത്തില്ല സാർ. അതെന്ത്? ഞാൻ പറഞ്ഞേ, സാറേ, നന്നായാലും നന്നായില്ലെങ്കിലും വിളക്ക് കൊളുത്തിയാൽ അതെൻ്റെ തലയിരിക്കും, അതെനിക്ക് വേണ്ട, എനിക്ക് പേടിയാണ് സാറേ. അങ്ങനെ ഒന്നുമില്ല ദിനേശ്, എനിക്ക് അങ്ങനത്തെ അന്ധമായ വിശ്വാസങ്ങളൊന്നുമില്ല. ദിനേശ് എന്താ പറയുക, കൊളുത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ ഞാൻ വിളക്ക് കൊളുത്തുന്നു. നിറഞ്ഞ കയ്യടി, ചക്ക് 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 ചക്കനെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നു. അത് കഴിയുമ്പോൾ ലഡുവിൻ്റെ പാത്രം വരുന്നു, സ്നേഹപൂർവ്വം ആദ്യം എനിക്ക് നീട്ടുന്നു. ഞാനതിൽ നിന്ന് പറഞ്ഞെടുത്ത് കാപ്പ സാറ് കൊടുക്കുന്നു. അവിടെ നിന്ന് അതിഥികൾക്കൊക്കെ തന്നെ ഞാൻ കൊടുത്തു, ഞാനും കഴിച്ചു. വളരെ സന്തോഷമായിട്ട് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നു. അപ്പോൾ ഈ സുധീർ ബോസും മനു എന്ന് പറഞ്ഞ സംവിധായകർ അവിടെ എവിടെ കറങ്ങി നടപ്പുണ്ട്. എൻ്റെ അടുത്തേക്ക് എന്തോ വരുന്നില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ് പൗലോസ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ വണ്ടി കയറി തിരിച്ചു പോയി. അങ്ങനെ പോയി ഞങ്ങളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. 8-10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പൊന്നമ്മ ബാബു അഭിനയിക്കാൻ വന്നപ്പോൾ പൊന്നമ്മ ബാബു എന്നോട് പറഞ്ഞു, ദിനേശ് ചേട്ടാ, പാലയിൽ തകർത്ത് നമ്മളെ പ്രൊഡ്യൂസറുടെ പടം ഷൂട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ കേട്ട്, ഏത് പ്രൊഡ്യൂസറുടെ? ഈ സീരിയലിൻ്റെ പ്രൊഡ്യൂസർ പൗലോസിൻ്റെ പടം. ഞാൻ കേട്ടത് അത് കാപ്പൻ്റെ പടമല്ലേ? ആ, കാപ്പനും പൗലോസും എല്ലാം കൂടെ അത് പ്രൊഡ്യൂസ് ചെയ്യണേ. നിങ്ങൾ ആലോചിച്ചു ഞാൻ എത്ര മടയനാണെന്ന്. എൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ പൗലോസിനെ ചീത്ത വിളിക്കുന്ന ആളായിരുന്നു മാണി സി കാപ്പൻ. എന്നെ കാണുമ്പോഴൊക്കെ പറയും, ദിനേശേ, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇയാളെ? വാക്കിന് സ്ഥിരതയില്ലാത്തൊരു മനുഷ്യനാണ് ഈ പൗലോസ് കേട്ടോ. വളരെ ശബ്ദം കുറച്ച് എന്നോട് പറയും. എന്ത് സാർ?
ദിനേശേ, ഇയാൾ എൻ്റെ നിന്ന് ഒരു 50,000 രൂപ കടം വാങ്ങിയിട്ട് ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞു. ഒരു ആഴ്ചയ്ക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഇപ്പോൾ പറയണം സൂര്യ ടി വിയിൽ നിന്ന് പൈസ വന്നില്ല. ഞാൻ പറഞ്ഞു സാറേ, അത് 100% കള്ളം. വ്യാഴാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ സൂര്യ ടി വിയിൽ പൈസ വന്നിരിക്കും സാർ. അപ്പോൾ പൗലോസ് ചിരിച്ചുകൊണ്ടിരിക്കും, ഈ ബുൾഗാൻ താടിയൊക്കെ തടവി ഇങ്ങനെ ഇരിക്കും, പറ എന്നുള്ള രീതിയിൽ. അങ്ങനെ പൗലോസിനെ ഫ്രോഡാണെന്നും പൗലോസ് ഒരു കള്ളനാണെന്നും ഇവൻ നല്ല അടി എൻ്റെ നിന്ന് വാങ്ങിക്കുമെന്നൊക്കെ പറയുന്ന പൗലോസിനെ ബ്രെയിൻ വാഷ് ചെയ്ത് മാണിസി കാപ്പൻ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ സീരിയലിൻ്റെ പ്രൊഡ്യൂസറെ എൻ്റെ സീരിയലിനെ തൊലച്ചിട്ട് പൗലോസിൻ്റെ സൂര്യ ടി വിയിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ ആ സിനിമയ്ക്ക് മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് അറിയുന്നില്ല. പൊന്നമ്മ ബാബു പറയുന്നവരും ഞാൻ അറിഞ്ഞില്ല. അപ്പോഴാണ് പൊന്നമ്മ ബാബു ഒരു രഹസ്യം എന്നോട് പറയുന്നത്. ദിനേശ് ചേട്ടാ, നിങ്ങളെന്തൊക്കെ പറഞ്ഞാൽ ഒരു ആണാണ്. നിങ്ങളുടെ ഈ സെറ്റിൽ അയാൾ സ്വപ്നം കണ്ടു വന്നാൽ പലതും നടക്കുന്നില്ല. നിങ്ങൾക്കും അത് താല്പര്യമില്ല. നിങ്ങൾ അയാൾ വല്ലതും അങ്ങനെ വല്ലതും ആ രീതിയിൽ പോയാൽ നിങ്ങൾ അടി കൊടുക്കുമെന്ന് അയാൾക്ക് പേടിയുണ്ട്. ഞങ്ങട്ടാ അതിന് അല്ല, അതല്ല അവിടെ കിട്ടുമെന്ന് ഓഫർ കൊടുത്താണ് അങ്ങ് കൊണ്ടുപോയത്. മനസ്സിലായോ? ദിനേശൻ എന്ന് പറഞ്ഞ മണ്ടൻ്റെ സെറ്റിൽ പൊന്നമ്മ ബാബു അടക്കമുള്ളവരുണ്ടായിട്ട് ഒന്നും കിട്ടുന്നില്ല. നേരെ മറിച്ച് ഇവിടുന്ന് കിട്ടുന്ന പൈസ എല്ലാം കൊണ്ട് അങ്ങോട്ട് വന്നാൽ, അതിലെ പാർട്ട്ണറായാൽ തനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെല്ലാം ഞാൻ തരാമെന്ന് ഓഫർ കൊടുത്ത് ഈ മണ്ടനെ ചാടിച്ച് കൊണ്ടുപോയതാണ്. എനിക്ക് കേട്ടോ ഭയങ്കര പ്രയാസം തോന്നി. ഒപ്പം ഈ കുറ്റപത്രത്തിന് ഈ ചപ്പാത്തിയും മുട്ടക്കറിയും കൊണ്ടുവന്നിരുന്ന സുധീർ ബോസ്, ഞാനൊരു അനിയനെ പോലെ കണ്ടിരുന്ന ആ പയ്യൻ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. ദിനേശ് ചേട്ടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതേ മാണിസി കാപ്പനും ഞങ്ങളും എല്ലാം കൂടെ ചേർന്ന് ചെയ്യാൻ പോകുന്ന പടത്തിലേക്ക് നിങ്ങളെ പ്രൊഡ്യൂസറെ അടിച്ചുകൊണ്ട് പോകാനാണ് വന്നതെന്നൊരു വാക്ക് സുധീർ ബോസ് എന്നോട് പറഞ്ഞില്ല. എനിക്കത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. ആ സുധീർ ബോസ് ഇന്നലെ മരിച്ചു. ഇന്നലെ മരിച്ചു എന്ന് പറയുമ്പോൾ മെനിങ്ങാന്ന് സന്ധ്യയ്ക്കാണ് മരിച്ചത്. ഇന്നലെ രാവിലെ എന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്ന രാമു മംഗലപ്പള്ളി വിളിച്ചു. വളരെ സങ്കടത്തോടെ എൻ്റെ പറഞ്ഞു, ദിനേശേ അറിഞ്ഞില്ല കാര്യം. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സുധീർ ബോസ് മരിച്ചു. അപ്പം ഏത് സമയവും മരണം പ്രതീക്ഷിച്ചിരിക്കാം സുധീർ ബോസിൻ്റെ. കാരണം അത്രയും പഴുത്തുപോയി, വെള്ളമടിച്ച് ആ ശരീരത്തിലൊന്നുമില്ല അതിനുള്ളിൽ. ഞങ്ങട്ട് എങ്ങനെ മരിച്ചേ? അത് നിനക്കറിഞ്ഞൂടെ കാരണങ്ങൾ? ഞങ്ങട്ട് എവിടെയുണ്ട് ബോഡി രാവിലെ തന്നെ അടക്കം കഴിഞ്ഞ് ദിനേശ് 9 മണിക്ക് അടക്കം കഴിഞ്ഞ്. കോട്ടയ്ക്കകത്ത് എവിടെയാണ് അവൻ്റെ വീട്? അവന് വീടൊന്നും ഇല്ലല്ലോ, ദിനേശ് അറിയാമല്ലോ. ഭാര്യ മക്കളും കൊണ്ട് പോയി. അവനിപ്പോൾ അവൻ്റെ അനുജൻ്റെ കൂടെയാണ് താമസം. അത് ശരി, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അയ്യോ, അവർ ഹൈ ഷുഗറും ഒക്കെ ആയിട്ട് നല്ല അവശയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ദ്രോഹി, ആ അമ്മ മരിക്കുന്നവരെങ്കിലും അമ്മയുടെ കാലം വരെയെങ്കിലും അവന് ജീവിച്ചിരുന്നുകൂടായിരുന്നു. അമ്മമാരുടെ മുന്നിൽ മക്കൾ മരിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അനുജനെ പോലും എനിക്ക് തരുമ്പോൾ പോലും എൻ്റെ അനിയൻ മരിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ട് വിഷമമില്ലാത്തത് അതുകൊണ്ടാണ്. കാരണം 2.5 വയസ്സ് അവനുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. എനിക്ക് 3.5 വയസ്സ്. ആ 2.5 വയസ്സ് മുതൽ ഏതാണ്ട് 54 വയസ്സാകുന്നത് വരെ ചോറ് ഉരുട്ടി അവൻ്റെ വായ്ക്കകത്ത് വെച്ച് കൊടുത്തിരുന്ന ആളായിരുന്നു എൻ്റെ അമ്മ. അവൻ മദ്യപിച്ച് ബോധം കെട്ട് ഈ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പോലും മദ്യപിച്ച് മതോന്മത്തനായി നടക്കുന്നതിനെക്കുറിച്ച് ഞാൻ വീട്ടിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിരുന്നത്, എടാ നിനക്ക് വെള്ളം അടിക്കണ്ട, വെള്ളം വേണ്ട, നീ കഴിക്കുന്നില്ല. ആമ്പിള്ളരായാൽ ശകലമൊക്കെ കഴിക്കണം, അവൻ കഴിക്കുന്നതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണമെന്ന് എൻ്റെ അമ്മ കേൾക്കുമായിരുന്നു. അങ്ങനെ മകനെ സ്നേഹിച്ച അമ്മയുടെ മുന്നിൽ എൻ്റെ അനുജൻ ആത്മഹത്യ ചെയ്തു. അമ്മ കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് അമ്മയുടെ റൂമിലേക്ക് പോകുമ്പോൾ അമ്മ അവൻ്റെ അനുജൻ്റെ മകളെ വിളിച്ച് പറയണം, എടി നിൻ്റെ തന്ത നോക്ക്, അലമാരയിലൂടെ വലിഞ്ഞു കയറണം, അവന് കൊഴുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇവൻ നിന്ന് പിടയ്ക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല. എൻ്റെ അമ്മ അകാലത്തിൽ മരിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ആത്മഹത്യ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അനിയനോട് എനിക്ക് തരുമ്പം എന്താ പറയുക, പോയതിൽ ദുഃഖമില്ല. കാരണം ഒന്നുമില്ലെങ്കിലും അവൻ മരിച്ചത് കാരണം അവൻ ഒരു നല്ല കാര്യം ചെയ്തു. കാരണം പെൻഷൻ അവൻ പിന്നെ 4 വർഷമോ 5 വർഷമോ ഉള്ളപ്പോൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് പറ്റിയ ഗുണമെന്ന് പറഞ്ഞാൽ അവൻ്റെ മകന് ജോലി കിട്ടി, സർക്കാർ ജോലി, ട്രാൻസ്പോർട്ടിൽ കണ്ടക്ടറായിട്ട് കിട്ടി. അവൻ്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടി, മനസ്സമാധാനവും കിട്ടി. ഇത്രയും ചെയ്യാൻ കഴിഞ്ഞല്ലോ അവന്. ഞാൻ പലപ്പോഴും ആലോചിക്കും, എൻ്റെ അനുജൻ എന്തിന് ആത്മഹത്യ ചെയ്തു? കാരണം അവന് കടമില്ല. എന്നെപ്പോലെ വീടില്ലാത്തവനല്ല, സ്വന്തമായി വീടുള്ളവനാണ്. മകളെ ആണെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനുടെ കല്യാണം കഴിച്ചയച്ചു. നല്ല ഒരു മകൻ, മര്യാദക്കാരിയായ, യവൻ എന്ത് പറഞ്ഞാലും മറുപടി പറയാത്തൊരു ഭാര്യ, ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇവ എന്തിനാ ആത്മഹത്യ ചെയ്തെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഉത്തരം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു അവൻ്റെ കാരണം. അവനൊരു കാരണവുമില്ല ആത്മഹത്യ ചെയ്യാൻ, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു. അല്ലാതെ അവനൊരു പ്രശ്നവും ഇല്ലാത്തവനായിരുന്നു. അതുപോലെ രോഗഗ്രസ്തയായി ജീവിക്കുന്ന ഒരമ്മയുള്ളപ്പോൾ കുറച്ചുകൂടിയൊക്കെ മര്യാദ സുധീർ ബോസിന് കാണിക്കാമായിരുന്നു. പക്ഷേ അയാൾ കാണിച്ചില്ല. അങ്ങനെ അകാലത്തിൽ മെനിങ്ങാന്ന് വൈകുന്നേരം മരിച്ചു. ഇന്നലെ രാവിലെ അടക്കം കഴിഞ്ഞു. അപ്പോൾ ഇയാളെ മരിച്ച വിവരം ചന്ദ്രു വിളിച്ച് സുരേഷ് ഗോപിയോട് സംസാരിച്ചു. ഞാൻ ഡൽഹിയിലാണ്, കേന്ദ്രമന്ത്രിയല്ലേ ഇപ്പോൾ,
ഞാൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമായിരിക്കും. എനിക്ക് ട്രീറ്റ്മെൻറ്റിന് എന്തെങ്കിലും സഹായം നിങ്ങൾ ചെയ്യണമെന്ന് സുരേഷ് ഗോപിയുടെ ഒരു വാക്ക് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ സുധീർ ബോസിന് അദ്ദേഹം ചെയ്തു കൊടുത്തേനെ. കാരണം അത്രയും അയാൾക്കെന്തോ മനസ്സിലൊരു സുധീർ ബോസിനോടൊരു സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കല്യാണം വിളിച്ചത്. അപ്പോൾ അതൊന്നും പക്ഷേ സുധീർ ബോസ് ഉപയോഗിച്ചില്ല എന്നുള്ളതിൻ്റെ രസം. സാംസ്കാരിക ക്ഷേമനിധി പോലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മരിച്ചതിൻ്റെ ഒരു 10,000 രൂപ ചിലവിനും കിട്ടിയനെ, അമ്മയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അവകാശിയാവോ ആരെയാണോ വയ്ക്കുന്നത് അവർക്കൊരു പെൻഷനും കിട്ടിയനെ. അതൊന്നും ചെയ്യാതെയാണ് പോയത്. കബഡി നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. മിന്നും എന്ന് പറഞ്ഞ് കലാഭവൻ പാടി മരിക്കാൻ സമയത്ത് മനോഹരമായ ഒരു പാട്ട് പാടിയിട്ടാണല്ലോ പോയത്. അത് ഈ കബഡിയിലാണ്. സുധീർ ബോസും മനുവും കൂടിയാണ് അത് സംവിധാനം ചെയ്തത്. മാണി സി കാപ്പൻ, ജോസ് കെ തോമസ് റോയ്, ശെൽവരാജ്, പൗലോസ് രവീന്ദ്രൻ. ഈ പൗലോസ് രവീന്ദ്രൻ കൂടെയാണ് ചില്ലുവിളക്ക് പ്രൊഡ്യൂസ് ചെയ്തത്. നാദിർ ഷാ സംഗീതം കൊടുത്ത മനോഹരമായ പാട്ടാണ് ഈ പറഞ്ഞ മിന്നാമിനിങ്ങി എന്നുള്ള പാട്ട്. കലാഭവൻ മുകേഷും രംഭയും ഒക്കെ ഉള്ളൊരു പടമായിരുന്നു. പക്ഷേ പൈസയൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. പടം ഓടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നൊരു കാര്യം, എൻ്റെ കുട്ടിക്ക് അവൻ ജയിച്ചോ തോറ്റോ എന്നറിയാൻ പറ്റുന്നില്ല. കാരണം റിസൾട്ട് പുറത്തു വിടുന്നില്ല. ഒരു 10,000 രൂപ ഞാൻ ഫീസ് സ്കൂളിൽ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സിനിമാക്കാരനും വേറൊരു സിനിമാക്കാരനെ 10,000 രൂപ എടുത്ത് സഹായിക്കില്ല. ഉറപ്പായിട്ട് സഹായിക്കില്ല. അങ്ങനൊരു നല്ല ഗുണമുണ്ട് സിനിമാക്കാർക്ക്. ഞാൻ 500 ഒരു നോട്ട് കെട്ടിട്ട് 5 വർഷമായി എന്ന് പറയും. നേരെ മറിച്ച് അളിയ പോവാ എന്ന് കേട്ടാൽ 10,000 രൂപ വേണമെങ്കിൽ മദ്യത്തിന് വേണ്ടി ചിലവാക്കാൻ ഒരു മടിയും സിനിമാക്കാരൻ കാണിക്കില്ല. ഏത് സിനിമാക്കാരനോടും വെള്ളം അടിക്കാൻ വല്ല കയ്യിലുണ്ടോ എന്ന് കേട്ടാൽ കടം വാങ്ങിച്ചെങ്കിലും വെള്ളം വാങ്ങിച്ചു തരും. പക്ഷേ കുട്ടിക്ക് ഫീസ് അടയ്ക്കാൻ അല്ലെങ്കിൽ വീടിൻ്റെ വാടക കൊടുക്കാൻ നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ 10 പൈസ സഹായിക്കില്ല. വ്യഭിചരിക്കാൻ വേണ്ടി വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മദ്യപാനം, പെണ്ണുപിടി, ചീട്ടുകളി, ഈ 3 കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ തന്നെ മലയാള സിനിമയിൽ ഒരുപാട് പേര് ഈ അകാലത്തിൽ മരിച്ചു പോകില്ലായിരുന്നു. എത്ര പേരെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ചാനൽ തുടങ്ങിയ ശേഷം കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് എത്ര പേര് പോയി നോക്കുക. അതിൽ 90% പേരും വെള്ളം അടിച്ച് കോണ് ഇരിഞ്ഞ് ചത്തതാണ്. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുത്തെ ചില യൂട്യൂബർമാരോടെ എഴുതും, മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ച് വെള്ളമടിച്ച് ചത്തു എന്ന് ആ വിവരം കേട്ട ദിനേശ് പറഞ്ഞു എന്ന് പറഞ്ഞു വരുമ്പം പറയും, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ വൈകുന്നേരം ഇരുന്ന് അടിക്കാറുണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞ അനുഭവമുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് ഗുണമുണ്ട്. നമ്മൾ മദ്യപിച്ചോ, എടാ മദ്യത്തിനെ കഴിക്കാതിരുന്നാൽ മതിയെന്നേ. ആവശ്യത്തിന് എനിക്കല്പം ലഹരി വേണമെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ എനിക്കൊരു പുകയെടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നീ ആകും. പക്ഷേ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ 24 മണിക്കൂറും വെള്ളം അടിക്കുക, ഐ ഓപ്പണതെന്ന് പറഞ്ഞ് രാവിലെ നമ്മളൊക്കെ ചായ കുടിക്കുമ്പോൾ കണ്ണ് തുറക്കാൻ ജിന്നൊഴിച്ച് കഴിക്കുന്നവന്മാരടക്കം, അല്ലെങ്കിൽ ഇപ്പം നാക്കിൻ്റെ അടിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ, കഞ്ചാവ്, എന്തെല്ലാം മനുഷ്യൻ മാരകമായ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു 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 10 വർഷത്തെ മലയാള സിനിമയിൽ അകാലത്തിൽ പൊലിഞ്ഞ ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ ആ കാലത്തിൽ പോയതിൽ 99% പേരും ലഹരിക്ക് അടിമയായാണ് അകാലത്തിൽ പോയതെന്ന് മനസ്സിലാക്കാം. എത്ര മിടുക്കന്മാരാണ് ഈ ലോകം ഇട്ടെറിഞ്ഞ് പോയതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ജീവിച്ചിരുന്നുവെങ്കിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കാവുന്ന ആരെല്ലാം പോയി കിട്ടിയില്ലേ. എനിക്ക് കഷ്ടം തോന്നുന്നു പലരുടെയും കഥ കേൾക്കുമ്പോൾ. അത് പേരെടുത്തവർ ഒന്നുമില്ലെങ്കിലും ബാങ്കിൽ കുറേ ബാലൻസ് ഉണ്ടാക്കി ഇട്ട് പോയതുകൊണ്ട് അവർക്ക് വർഷം തോറും വാർഷിക അടിയന്തരവും വാർഷിക അനുശോചന യോഗമൊക്കെ നടക്കും. അവരുടെ പേരിൽ അവാർഡുകൾ കൊടുക്കും, വീട്ടുകാർ ജീവിക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് ഒരു വകയുമില്ലാതെ ഒരു ദിവസത്തെ കാര്യം പോലും നടത്തി കൊടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു വാടക വീട്ടിൽ നിന്ന് സ്വന്തമായി ഒരു ചായ്പ് പോലും ഉണ്ടാക്കി കൊടുക്കാത്ത എത്രയോ ദ്രോഹികൾ മദ്യപിച്ച് ഈ ലോകം വിട്ടുപോയി എന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാണ് ഇങ്ങനെ സ്വയം നശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്നോട് കളിയിൽ ആരോ ചോദിച്ചിട്ടുണ്ട്, മദ്യപാനവും ഇല്ല, വ്യഭിചാരവും ഇല്ല, മറ്റേ പോവലിയില്ല, പിന്നെ എന്തൊരു പുല്ലിന്, നോണും കഴിക്കില്ല, പിന്നെ എന്തൊരു പുല്ലിന് നിങ്ങൾ ജീവിക്കണമെന്ന് എന്നോട് പകുതി തമാശയും പകുതി കാര്യമായിട്ട് ചോദിച്ച ആളുകളുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ വേസ്റ്റായി പോയോണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണ് ഇപ്പോഴുള്ളവർ പറയുന്നത്. കാരണം വെള്ളം അടിച്ചില്ലെങ്കിൽ ആണല്ല, കഞ്ചാവ് വലിച്ചില്ലെങ്കിൽ ആണല്ല, ഏതെങ്കിലുമൊക്കെ എവളെങ്കിലുമൊക്കെ വിളിച്ച് വ്യഭിചരിച്ചില്ലെങ്കിൽ ആണല്ല, ആരെങ്കിലും പറ്റിച്ചില്ലെങ്കിലും ആണല്ല, പിന്നെ എന്തൊരു പുല്ലിന് ജീവിക്കുന്നതെന്ന് ചോദിക്കുന്ന കാലമാണ്. എനിക്കൊരു അനിയനെ പോലെ ഇഷ്ടമായിരുന്നു സുധീർ ബോസിനെ. ഞാൻ പറഞ്ഞില്ലേ, എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര വിനീത വിധേയനായി. എൻ്റെ എപ്പോഴും ശ്രീനിവാസൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാറുണ്ട്, അമിത വിനയം കാണിക്കുന്നവനെ വിശ്വസിക്കരുത്. സുധീർ ബോസ് എവിടെ വെച്ച് കണ്ടാലും എന്നോട് അതിവിനയം കാണിക്കും. ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്ത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കും. അപ്പോൾ അറിയാം കള്ളത്തരമാണെന്ന്.
തിരിച്ച് നമ്മളൊന്നും ചോദിക്കാതിരിക്കാനുള്ള കള്ളത്തരമാണെന്ന് കാണുമ്പോൾ അറിയാം. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസർ അടിച്ചുകൊണ്ട് പോയി കവടി ചെയ്ത ശേഷം പിന്നെ സുധീർ ബോസിനെ ഞാൻ കണ്ടിട്ടില്ല. മറ്റേ ആൾ മനു എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. സുധീർ ബോസിൻ്റെ കൂടെ വന്ന് കണ്ട് പോട്ടെ ചേട്ടാ എന്ന് ചോദിക്കുന്നതല്ലാതെ എനിക്ക് ബന്ധമില്ല. കാരണം അങ്ങനത്തെ ഒരു ബോറനാണ്. പക്ഷേ സുധീർ ബോസ് പിന്നെ എന്നെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7-8 മാസക്കാലം ചപ്പാത്തിയും ഉള്ളിക്കറിയും ഉള്ളി അരിഞ്ഞതും മുട്ടയും ഒക്കെ ആയിട്ട് വൃന്ദാവൻ ടൂർ ഷോയിലെ റൂമിൻ്റെ കഥയിൽ പതുക്കെ നോക്ക് ചെയ്തിട്ട് അകത്തുകൊണ്ടുവന്ന് ഇതെല്ലാം വച്ചിട്ട് പോകുന്ന കാലം മുതൽ കണ്ട സുധീർ ബോസ്. മോശമല്ലാത്തൊരു ജീവിത പശ്ചാത്തലം ഉണ്ടായിരുന്ന സുധീർ ബോസ്. കാരണം അച്ഛൻ്റെ ട്യൂട്ടർ കോളേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നല്ല പേരുള്ള ട്യൂഷൻ സെൻ്ററായിരുന്നു കോട്ടയ്ക്കകത്ത്. അതുകൊണ്ട് തന്നെ അല്ലല്ലാതെ വളർന്നവനാണ് സുധീർ ബോസ് അനിയൻ. 2 കുട്ടികൾക്കൊക്കെ ജന്മം കൊടുത്തിട്ട് പോലും അവർക്ക് പോലും അവസാനമായി ഇയാളെ വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണല്ലോ പത്രത്തിൽ ഭാര്യയും മക്കളുടെയും പേര് പോലും ഇല്ല. അകാലത്തിൽ പോയി 50-54 വയസ്സായി സുധീർ ബോസിന്. ഞാനിതൊക്കെ പറയുമ്പോഴും എനിക്കെന്തോ എൻ്റെ മനസ്സിൽ അവനെക്കുറിച്ചൊരു നന്മയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞില്ലേ, കുറ്റപത്രത്തിന് 8 മാസക്കാലം ആഹാരം കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ കൃത്രിമ വിനയത്തിലാണെങ്കിൽ പോലും ദിനേശ് ചേട്ടാന്ന് വിളിച്ച് ഓടി അടുത്ത് വരുന്നുണ്ടായിരിക്കാം. കാണുമ്പോഴൊക്കെ ഒരു 50 പ്രോജക്റ്റിൻ്റെ കാര്യം പറയും. അത് ചെയ്യാൻ പോകണം, ഇത് ചെയ്യാൻ പോകണം, ടെലിഫിലിം ചെയ്യാൻ പോകണം, ആൽബം ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയും. വിദേശത്ത് സ്റ്റേജ് ഷോയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയും. അപ്പം ഞാൻ പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. അകാലത്തിൽ പോയി. എനിക്ക് ഇന്നലെ ഈ നിർമ്മാതാവ് സുധാമണിയുടെ നമ്പർ അയച്ചു തന്നു. ഞാൻ വിളിച്ചില്ല. ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഞാൻ എന്താ ചോദിക്കുക? സുധീർ ബോസ് പോയല്ലേ, ക്ഷമിക്ക് എന്ന് പറയാൻ പറ്റുമോ? ആശ്വസിക്കൂ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ അമ്മ അനുഭവിച്ച വേദന കണ്ടവനല്ലേ ഞാൻ. എനിക്കെങ്ങനെ സുധീർ ബോസ് പോയതിൽ ഞാൻ എന്ത് മറുപടി പറയാം അവരോട്? അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. കുറേ കഴിയുമ്പോൾ അവരെ ഗ്രാജുവലായിട്ട് അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരുമായിരിക്കും. ആകെപ്പാടെ അവരൊരു തെറ്റേ ചെയ്തുള്ളൂ. ട്യൂട്ടർ കോളേജൊക്കെ നടത്തി നന്നായിട്ട് കുടുംബം നടത്തി ചിട്ടിയോ എന്തൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്, കൊച്ചു ചിട്ടികളോ എന്തൊക്കെ പിരിവുകളോ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. സിനിമ എടുക്കാൻ വന്ന് ഈ ദ്രോഹികളുടെ ലോകത്തേക്ക് മകനെ ഇറക്കി വിടണ്ടായിരുന്നു. അങ്ങനെ ഇറക്കി വിട്ടതുകൊണ്ടാണ് സുധീർ ബോസ് അകാലത്തിൽ പോയതെന്ന് ഞാൻ പറയും. എന്തായാലും ഞാൻ പറയുന്നു, സുധീർ ബോസേ, എൻ്റെ ചില്ലുവിളക്കിൻ്റെ നിർമ്മാതാക്കളെ 2 പേരെയും, ഈ പൗലോസിനെയും രവിയെയും 2 പേരെയും അടിച്ചുകൊണ്ട് പോയാണ് നീ കബഡി ചെയ്തതെങ്കിലും എനിക്ക് നിന്നോട് പരാതിയൊന്നുമില്ല. എനിക്ക് ആകെ പരിഭവമുള്ള ഒറ്റ ആളിനോടുള്ളത് മാണിസിക്കാപ്പനോടാണ്. അതിൽ രാഷ്ട്രീയക്കാരുടെ എല്ലാ തരികിട കളിയും ഉണ്ടെന്നുള്ളത് എൻ്റെ സെറ്റിൽ തെളിയിച്ചു. കാരണം എന്നോടൊപ്പം നിൽക്കുകയും പൗലോസിനെ എന്നെ മുമ്പ് വെച്ച് ചീത്ത വിളിക്കുകയും വാക്ക് പറഞ്ഞ സ്ഥിരതയില്ലാത്തവനാണെന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് ഞാൻ 100% മാന്യമായിട്ട് കാപ്പൻ സാർ എന്ന് വിളിച്ചിരുന്നുവെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ 5 മണിയൊക്കെ ആകുമ്പോൾ പുള്ളി അസ്വസ്ഥനാവും. കാരണം ശാല അടിക്കണം ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോയിട്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഞാൻ കേൾക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അസോസിയേറ്റ് ഡയറക്ടറോട് കേൾക്കും, ഇനി എത്ര സീനുണ്ട് എന്ന് കേൾക്കും. അപ്പം ഞാൻ കാപ്പൻ്റെ മുഖത്ത് നോക്കുമ്പോൾ കാപ്പ ഒരു കുസൃതി ചിരിയിരിക്കും. അതായത് പെട്ടെന്ന് എടുത്ത് വിട്ടാൽ പോയി തുടങ്ങായിരുന്നെന്ന്. ഞാൻ പറയും, സാർ ഇനി ഒരു സീനൂടെ സാറുള്ളൂ, ആ സീനിലെ കീ ഷോട്ടും മെയിൻ ഷോട്ടും എടുത്ത് സാറിൻ്റെ ക്ലോസ് കൊടുത്ത് ഇപ്പോൾ ഇടാമെന്ന് പറയും. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളെടുത്ത് 7 മണിക്ക് മുമ്പ് സാർ പൊയ്ക്കോളൂ സാർ, നാളെ എപ്പോൾ ദിനേശ് സാറിനെ എപ്പോൾ വരാം, ഞാനൊരു 9 മണി മതി സാർ മതി എന്ന് ഒരിക്കൽ പോലും ഞാൻ പുള്ളിയെ വിഷമിപ്പിച്ചിട്ടില്ല. അങ്ങനെ മാന്യമായി പെരുമാറിയ എന്നോട് അദ്ദേഹം കാണിച്ചത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ തരികിട പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളതായിരിക്കും തരികിട. അതിൽ മാത്രമേ എനിക്ക് പ്രയാസമുള്ളൂ. കാപ്പനോട് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. കാരണം കാപ്പൻ ഒരിക്കലും ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ച ആളല്ല. എന്നിട്ട് എനിക്ക് പുല്ലേ മാത്രം, ഞാനത് വെച്ചൊന്നുമില്ല. ഞാൻ ചാനലിൽ വിളിച്ച് ക്ലമൻ സാറിനോട്, സൂര്യ TV യിലെ ക്ലമൻ സാറിനോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന എല്ലാ നടീനടന്മാരും, കലാരഞ്ജിനി അടക്കമുള്ള എല്ലാ നടീനടന്മാരും ലെന അടക്കം ഇതിൽ നിൽക്കുന്നത് എൻ്റെ ഒരൊറ്റ വാക്കിലാണ്. ഒരുപാട് പൈസ കൊടുക്കാനുണ്ട് അവർക്ക്. പിന്നെ ഇതിൻ്റെ ഭക്ഷണം, ഇതിൻ്റെ സ്റ്റുഡിയോ എൻ്റെ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്, പൈസ ഇല്ല. ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ, ഡീസൽ അടക്കമുള്ള കാര്യങ്ങൾ ഞാനാണ് പൈസ മുടക്കണത്. ഇത് കാസറ്റ് കാർഗോയിൽ എയർപോർട്ടിൽ കൊണ്ടു കൊടുത്ത് സൂര്യയിലേക്ക് അയക്കുന്നതിൻ്റെ പൈസ വരെ ഞാനാണ് കൊടുക്കുന്നത്. പക്ഷേ വ്യാഴാഴ്ച സൂര്യ TV യിൽ നിന്ന് വരുന്ന പൈസ അയാൾ സുൽത്താൻ ബത്തേരിയിൽ അക്കൗണ്ടിൽ വരുത്തിയിട്ട് അവിടുന്ന് ആ പൈസ എടുത്താണ് സാർ അയാളിപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സീരിയലൊന്ന് നിർത്തിത്തരണം എന്ന് ഞാൻ ക്ലമൻ സാറിനോട് പറഞ്ഞു. അപ്പോൾ ക്ലമൻ സാർ ചിരിച്ചോണ്ട് എന്നോട് പറഞ്ഞത്, ദിനേശേ, നമ്മളൊരു സീരിയൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിർത്തുന്നു എന്ന് പറയുമ്പോൾ സംവിധായകർ എൻ്റെ കാലെ പിടിക്കാറാണ് പതിവ്. സാർ കഥ തീരാൻ വേണ്ടി ഒരു 25 എപ്പിസോഡുകൂടെ തരണം സാർ, അല്ലെങ്കിൽ ഒരു 50 എപ്പിസോഡ് കൂടി തരണം സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ കാലെ പിടിക്കും. ആദ്യമായിട്ടാണ് ദിനേശ് ഒരു സംവിധായകൻ എന്നെ വിളിച്ചിട്ട് നിർത്തി തരുമെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ഗതികേടാണ്,
എൻ്റെ നിർമ്മാതാവിനെ എൻ്റെ സീരിയലിലെ നായകനായിട്ട് അഭിനയിക്കുന്ന പ്രധാന വേഷം ചെയ്യുന്ന മാണി സി കാപ്പൻ അടിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ 10 പൈസയില്ല സാർ, ഞാൻ എന്ത് ചെയ്യും? അതാണ് അവസ്ഥ. അതുകൊണ്ട് സാറ് നിർത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രയാസം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, ശരി ദിനേശ്, ഞാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ ദിനേശ് കഥ അവസാനിപ്പിക്കുന്ന രീതിയിൽ റെഡിയാക്കിക്കോ, അടുത്ത 2 വെള്ളിയാഴ്ച കഴിയുമ്പോൾ നമുക്ക് നിർത്താം. അങ്ങനെയാണ് നിർത്തിയത്. അകാലത്തിലാണ് നിർത്തിയത്. അപ്പോഴും 300 എപ്പിസോഡോ എന്തോ പോയി, 150 300 എന്തോ പോയി. അങ്ങനെ എന്താ പറയുക, അകാലത്തിൽ എൻ്റെ സീരിയൽ നിർത്തേണ്ടി വന്നത് ഈ മാണി സി കാപ്പൻ എന്ന് പറഞ്ഞ ആൾ രാഷ്ട്രീയ രംഗത്ത് കളിക്കുന്നത് പോലെ തരികിട കളിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ മനുഷ്യനോട് പ്രയാസമുള്ളത്. അയാളുടെ മകളുടെ കല്യാണം അടക്കം ഞാൻ ഈ പാല വരെ പോയവനൊക്കെയാണ്. പക്ഷേ ഇനി ജീവിതത്തിൽ ആ മനുഷ്യനുമായിട്ട് അയാൾ ഇനി ഇപ്പോൾ MLA, ഇനി മന്ത്രി ആയാലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയാലോ അയാളെ മൈൻഡ് ചെയ്യില്ല. കാരണം അത്രയ്ക്കും ചെറ്റത്തരമാണ് എന്നോട് കാണിച്ചത്. ഇപ്പോൾ സുധീറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. സുധീറിനോട് എനിക്കൊരിക്കലും വിരോധമില്ല. സുധീർ, നീ എവിടെയോ കാണാത്ത ലോകത്തിരുന്ന് ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ ഓർത്തോ, നിന്നോട് തരുമ്പോൾ എനിക്ക് വിഷമമില്ല. നീ എന്നെ പറ്റിച്ച് എൻ്റെ പ്രൊഡ്യൂസർ അടിച്ചുകൊണ്ട് പോയല്ലോ എന്ന് ഞാൻ പറയില്ല. അത് കാപ്പം പറ്റിച്ച് തന്നതുകൊണ്ട് നീ കൊണ്ടുപോയതാണ്. എൻ്റെ പ്രൊഡ്യൂസർമാർ വിചാരിച്ചത് ദിനേശിൻ്റെ സെറ്റിൽ നടക്കാത്ത വ്യഭിചാരവും വെള്ളവടിയെല്ലാം അങ്ങ് പാലയിൽ ചെന്നാൽ കാപ്പം നടത്തി തരുമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല സുധീർ. പക്ഷേ പറക്കമുറ്റാത്ത എന്ന് തന്നെ പറയാം, 2 കുട്ടികളും ഒരു ഭാര്യയും നിന്നെ വിശ്വസിച്ചുണ്ടായിരുന്നു എന്നുള്ള ബോധമില്ലാതെ, അല്ലെങ്കിൽ ഒരു മൂത്ത മകനെന്നുള്ള നിലയ്ക്ക് നിന്നെ സ്നേഹിച്ച ആ അമ്മ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധമില്ലാതെ നീ സിനിമാക്കാരുടെ എല്ലാ വഴിതെറ്റിയ വഴികളിലൂടെയും യാത്ര ചെയ്ത് ഇങ്ങനെ അകാലത്തിൽ പോയി എന്നുള്ളതിൽ മാത്രമേ എനിക്ക് നിന്നോട് പ്രയാസമുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനിയെങ്കിലും സിനിമാക്കാരാ, മലയാളിയുടെ ശരാശരി വയസ്സ് 84ആണ്. 84 പോണ്ട, 10-60 വയസ്സ് വരെയെങ്കിലും ജീവിക്കാൻ, അമിതമായി മദ്യപിക്കാതെ, അമിതമായി വ്യഭിചരിക്കാതെ, അമിതമായി ആളുകളെ പറ്റിക്കാതെ മാന്യനായിട്ട് ജീവിക്കാൻ ഇനിയെങ്കിലും മലയാള സിനിമയിലുള്ള യുവതലമുറ ശ്രമിക്കട്ടെ എന്നാശിച്ചുകൊണ്ട്, എൻ്റെ അനുജനെ പോലെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന സുധീർ ബോസിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പേർക്കും നന്ദി, നമസ്കാരം.